Praise the Lord. ദൈവത്തിന് സ്തോത്രം. I would like to share the word of God these days based on a question which will be the theme of the word of God presented these days. ഈ ദിവസങ്ങളിൽ ഇവിടെ അവതരിപ്പിക്കുന്ന ദൈവവചനത്തിന്റെ വിഷയമായി ഒരു ചോദ്യമാണ് ഞാൻ അതിനെ അടിസ്ഥാനമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. Who is Jesus? ആരാണ് യേശു? Many people, most people in this world know about Jesus. ഈ ലോകത്തിലുള്ള അധികം പേർക്കും യേശുവിനെ കുറിച്ച് അറിയാം. But who is Jesus? എന്നാൽ ആരാണ് യേശു? And for our key verse, let's read from Matthew chapter 21. നമ്മുടെ കുറിവാക്യമായി മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം and read from verses 40 to 44. 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയന്മാരോട് എന്തു ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നുവെന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അത് അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. When the Lord therefore of the vineyard cometh, what will he do unto those husbandmen? They say unto him, he will miserably destroy those wicked men, and will let out his vineyard unto other husbandmen, which shall render him the fruits in their seasons. Jesus saith unto him, did ye never read in the scriptures, the stone which the builders rejected, the same is become the head of the corner? This is the Lord's doing, and it is marvelous in our eyes. Therefore I say unto you, the kingdom of God shall be taken from you, and given to a nation bringing forth the fruits thereof. And whosoever shall fall on this stone shall be broken, but on whomsoever it shall fall, it will grind him to powder. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Who is Jesus? This question, I decided to present the word of God based on this question only at 4 this evening. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മാത്രമാണ് ആരാണ് യേശു എന്നുള്ള ചോദ്യത്തെ അടിസ്ഥാനമാക്കി ദൈവവചനം സംസാരിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. So what I'm going to speak tomorrow and day after tomorrow, I don't know. നാളെ കഴിഞ്ഞും എന്താണ് സംസാരിക്കുവാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. But one thing I know, that this subject is an endless subject. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഇതൊരു അവസാനമില്ലാത്ത വിഷയമാണ്. When you read from Romans chapter 11 and verse 33, റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ we read that the knowledge of God is infinite. ദൈവത്തിന്റെ ജ്ഞാനം അനന്തമാകുന്നു എന്ന് നാം വായിക്കുന്നു. We read that the depths, we read that the wisdom and knowledge of God is very rich and very deep. നാം അവിടെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം, അറിവ് എന്നത് വളരെ ആഴമുള്ളതും അത് അപ്രമേയമാകുന്നു എന്ന് നാം വായിക്കുന്നു. How unsearchable are his judgments and his ways past finding out. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. So the more you try to know about Jesus, the more there remains to know about Jesus. നാം യേശുവിനെ കുറിച്ച് അധികം അറിയുവാൻ ശ്രമിക്കുന്തോറും അറിയുവാനുള്ളത് അധികരിച്ചു വരികയുള്ളൂ. The water in the ocean is finite. സമുദ്രത്തിലെ ജലത്തിന് അതിനൊരളവുണ്ട്. The sand grains on the beach in every seashore in this world is finite. കടൽ തീരത്തുള്ള മണൽ തരികൾക്കും ഈ ലോകത്തിലുള്ള മുഴുവൻ മണൽ തരിക്കും ഒരു അളവുണ്ട്. The dust particles in this universe are finite. ഈ പ്രപഞ്ചത്തിലെ പൊടിക്കും അതിനും ഒരു അളവുണ്ട്. But to answer the question, who is Jesus, is an answer that is infinite. എന്നാൽ ആരാകുന്നു യേശു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം അനന്തമായിരിക്കും. So what I'm going to tell you today is just a drop in the ocean in these days, what I'm going to tell you these days, and this topic will continue after we get to heaven. Jesus himself will be the preacher then. ഞാൻ ഈ ദിവസങ്ങൾ നിങ്ങളോട് പറയുവാൻ പോകുന്ന കാര്യങ്ങൾ
സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമേ ആകുന്നുള്ളൂ. ഇത് ഇവിടെ വെച്ച് അവസാനിക്കാതെ നിത്യതയിൽ നാം എത്തുമ്പോൾ അവിടെയും ഈ വിഷയം തുടർന്നുകൊണ്ടിരിക്കും. അവിടെ യേശുവായിരിക്കും നമ്മോട് പ്രസംഗിക്കുന്നത്. So we can go and listen to him and learn about him forever and forever. എന്നേക്കും നമുക്ക് അവനോട് കൂടെ ഇരുന്ന് അവനെക്കുറിച്ച് പഠിച്ച് അവനിൽ നിന്ന് അവനെക്കുറിച്ച് തന്നെ കേൾക്കുവാൻ കഴിയും. Today different people are saying different things about Jesus. ഇന്ന് പല മനുഷ്യർ യേശുവിനെ കുറിച്ച് പല കാര്യങ്ങളാണ് പറയുന്നത്. Some say Jesus, a person called Jesus never existed. ചിലർ പറയുന്നു യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ജീവിച്ചിരുന്നില്ല. When I was studying in college, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ a Christian a lecturer who was a Christian asked this question. The question he asked was, did Jesus exist? Is a question that needs to be answered. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനിയായ ഒരു അധ്യാപകൻ ഇപ്രകാരം ഒരു ചോദ്യം പറയുകയുണ്ടായി. യേശുക്രിസ്തു ജീവിച്ചിരുന്നുവോ എന്നുള്ളത് അത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാകുന്നു. Immediately I got up and said, sir, history itself says AD and BC, which shows that Jesus existed at a point of time. ഞാൻ ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സർ, ചരിത്രം തന്നെ യേശു ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. So he said, no, you can't prove with that. താൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ അത് തെളിയിക്കുവാൻ കഴിയുകയില്ല. So some people think that Jesus, a person called Jesus, never existed. ചിലർ ചിന്തിക്കുന്നത് യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. What does the Bible say about that? എന്താണ് വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നത്? The Bible says that a person who says Jesus did not exist has the spirit of Antichrist in him. വേദപുസ്തകം പറയുന്നത് യേശുക്രിസ്തു ഉണ്ടായിരുന്നില്ല, ഇല്ല എന്ന് പറയുന്നവന് എതിർ ക്രിസ്തുവിന്റെ ആത്മാവുണ്ട് എന്നാണ്. 1 John chapter 4 verses 2 and 3. 1 യോഹന്നാൻ 4 അധ്യായത്തിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ. ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് ഉള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. Hereby know ye the Spirit of God. Every spirit that confesseth that Jesus Christ is come in the flesh is of God, and every spirit that confesseth not that Jesus Christ is come in the flesh is not of God. And this is that spirit of Antichrist, whereof ye have heard it should come, and even now already is it in the world. So these two verses say that a person who denies that Jesus Christ has come in the flesh, he has the spirit of Antichrist. ഈ രണ്ട് വാക്യങ്ങൾ പറയുന്നത് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സമ്മതിക്കാത്ത ഒരു മനുഷ്യന് എതിർ ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. So some people have that spirit and they say a person called Jesus never existed. ചിലർക്ക് ഇന്ന് അപ്രകാരമുള്ള ഒരു ആത്മാവുണ്ട്. അവർ പറയുന്നത് യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. There are some others who say, well, Jesus existed, but he was a good teacher and nothing more. യേശു ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്ന ചിലരുണ്ട്. പക്ഷെ അവർ പറയുന്നത് അവനൊരു നല്ല ഗുരു, നല്ലൊരു അധ്യാപകൻ മാത്രമായിരുന്നു. What does the Bible have to say about people who just say that Jesus was only a good teacher? യേശു ഒരു നല്ല ഗുരു മാത്രമായിരുന്നു എന്ന് പറയുന്നവരെ കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്? In the book of Matthew chapter 19 and verse 16. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ and 17. 17 വാക്യങ്ങൾ. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. And behold, one came and said unto him, Good master, what good thing shall I do that I may have eternal life? And he said unto him, Why callest thou me good? There is none good but one, that is God. But if thou wilt enter into life, keep the commandments. Here Jesus says something very strange. ഇവിടെ വളരെ അപരിചിതമായ ഒരു കാര്യമാണ് യേശു പറയുന്നത്. Jesus is asking a man who called Jesus good master. God is asking, why are you calling me good? നല്ല ഗുരു എന്ന് യേശുവിനെ വിളിച്ചതായ ഒരു മനുഷ്യനെ നോക്കിയിട്ട്
യേശു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? Only God is good. ദൈവം മാത്രമേ നല്ലവനുള്ളൂ. So the immediate inference that we try to draw from this statement is Jesus is denying that he is God. ഈ വാക്യത്തിൽ നിന്ന് പെട്ടെന്ന് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, യേശു ദൈവമല്ല എന്ന് അവൻ തന്നെ പറയുവാൻ ശ്രമിക്കുകയാണ് എന്നാണ്. But in the Bible we see Jesus calling himself good. എന്നാൽ വേദപുസ്തകത്തിൽ യേശു അവനെ തന്നെ നല്ലവനെന്ന് വിളിക്കുന്നതും കാണുവാൻ കഴിയുന്നു. In the Gospel of St. John, Jesus said, I am the good shepherd. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു. So when Jesus asked this man, why are you calling me good? Jesus was not negating that he was good. He was not denying that he was good. എന്തുകൊണ്ടാണ് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ന് യേശു ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ താൻ നല്ലവനല്ല എന്ന് യേശു പറയുകയായിരുന്നില്ല. What was Jesus trying to say? Jesus was trying to send a message across to that man by asking this question. യേശു എന്താണ് പറയുവാൻ അവിടെ ശ്രമിക്കുന്നത്? ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തനിക്കൊരു സന്ദേശം നൽകുവാനാണ് യേശു ആഗ്രഹിച്ചത്. See, when that man addressed Jesus, he said, good master, not good God. ആ മനുഷ്യൻ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് നല്ല ഗുരു എന്നാണ്, ദൈവമേ എന്നല്ല. So Jesus asking him, if you are going to call me good, then remember only God is good. അപ്പോൾ യേശു തന്നോട് പറയുവാൻ ശ്രമിക്കുന്നത് ഇപ്രകാരമാണ്, നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഓർക്കുക, ദൈവം മാത്രമേ നല്ലവനുള്ളൂ. But if you are going then you should not be calling me just master. You should be saying good God. അങ്ങനെയെങ്കിൽ നീ എന്നെ നല്ല ഗുരു എന്നല്ല വിളിക്കേണ്ടത്, നല്ല ദൈവമേ എന്നാണ്. But if you are going to say keep me only at the level of being a master, എന്നാൽ എന്നെ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് മാത്രമേ നീ വെക്കുന്നുള്ളൂ എങ്കിൽ please don't use that adjective good, because only God is good. നല്ലവൻ എന്നുള്ളതായ വാക്ക് നീ ഉപയോഗിക്കരുത്, കാരണം ദൈവം മാത്രമേ നല്ലവനുള്ളൂ. So Jesus was trying to tell him, don't call me good master. Either call me God or call me only master without the word good. അപ്പോൾ യേശു പറയുവാൻ ശ്രമിച്ചത്, എന്നെ നല്ല ഗുരു എന്ന് വിളിക്കരുത്, ഒന്നെങ്കിൽ ഗുരു എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കുക. So Jesus was not trying to say he is not God. Jesus was trying to tell that man who he was, that he was God indeed. യേശു താൻ ദൈവമല്ല എന്ന് പറയുവാനല്ല ശ്രമിച്ചത്, താൻ ദൈവമാണ് എന്ന് ആ മനുഷ്യന് വ്യക്തമാക്കി കൊടുക്കുവാനാണ്. So you can't keep Jesus at the level of a good teacher. He is much more than that. യേശുവിനെ ഒരു നല്ല ഗുരുവിന്റെ സ്ഥാനത്ത് മാത്രം നമുക്ക് നിർത്തുവാൻ കഴിയുകയില്ല, താൻ അതിലും എത്രയോ വലിയവനാണ്. Some others feel that Jesus was a failed politician. മറ്റു ചിലർ ചിന്തിക്കുന്നത് യേശു പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്നാണ്. He tried to gather a group of followers and start a revolution against the Roman government. റോമ സർക്കാരിനെതിരെ താൻ ഒരു കൂട്ടം അനുയായികളെ ചേർത്തുകൊണ്ട് ഒരു വിപ്ലവം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു എന്ന് ചിലർ ചിന്തിക്കുന്നു. Some of his own followers thought that about him. തന്റെ ചില സ്വന്തം അനുയായികൾ പോലും അപ്രകാരം ചിന്തിക്കുകയുണ്ടായി. They thought that he is going like Moses and like Gideon and like Samson. He is going to rise up as a reformer leader and is going to deliver them from the power of the Romans. അവർ ചിന്തിച്ചത് മോശയെ പോലെ ഗിദെയോനെ പോലെ ആ അധികാരികൾക്കെതിരെ എഴുന്നേറ്റ് ഒരു പരിഷ്കരണം വരുത്തുന്ന ഒരു നേതാവാണ് താൻ എന്നാണ്. In fact, when Jesus hung on the cross, എന്നാൽ വാസ്തവത്തിൽ യേശു ക്രൂസിൽ തൂങ്ങിയപ്പോൾ they put a label there on top of the cross, trying to tell others who he claimed he was. യേശു ആരാണ് എന്ന് താൻ അവകാശപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവന അവർ അവന്റെ ക്രൂശിന്റെ മുകളിൽ ചുമത്തുകയുണ്ടായി. If you turn to Matthew chapter 27 and read verse 37. മത്തായിയുടെ സുവിശേഷം 27:37 നാം വായിച്ചാൽ, യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വച്ചു. And set up over his head his accusation written, This is Jesus, the King of the Jews. In some pictures of Jesus hanging on the cross, you have 4 letters on top, INRI. യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന ചില ചിത്രങ്ങളില് തന്റെ തലയുടെ മുകളില് 4 അക്ഷരങ്ങൾ കാണുവാൻ കഴിയും, INRI. Those are the first letters of this statement that you read in Latin. നാം ഇപ്പോൾ വായിച്ചു കേട്ട ആ പ്രസ്താവനയുടെ ലത്തീൻ ഭാഷയിലുള്ള ആദ്യത്തെ അക്ഷരങ്ങളാണ് അത്. Isos Nazarenus Rex Iudeorum. That means Jesus of Nazareth, King of the Jews. നസറായനായ യേശു
യഹൂദന്മാരുടെ രാജാവ് എന്നാണത് അതിന്റെ അർത്ഥം. So as a mockery, that label was pasted there. അത് തന്നെ പരിഹസിക്കേണ്ടതിനാണ് അങ്ങനെ ഒരു എഴുത്ത് തന്റെ മേൽ വെച്ചത്. Like see, he claimed he was the king of the Jews, he claimed he was a revolutionist, he claimed that he's going to save the people from his enemies, but look at him hanging on the cross. നോക്കുക, അവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവകാശപ്പെട്ടു, അവനൊരു വിപ്ലവകാരി എന്ന് അവകാശപ്പെട്ടു, അവന് ജനത്തെ അവരുടെ ശത്രുക്കളിൽ നിന്ന് വിടിവിക്കുന്നവനാണെന്ന് അവകാശപ്പെട്ടു. പക്ഷെ നോക്കുക, ഇപ്പോൾ അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. But wait, the battle is not over as yet. But wait, it's not over. Everything is not over. പക്ഷേ കാത്തിരിക്കുക, യുദ്ധം അല്ലെങ്കിൽ എല്ലാം അത് കഴിഞ്ഞിട്ടില്ല. So he looked like a failed politician then. അപ്പോൾ താൻ ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനെ പോലെ കാണപ്പെട്ടു. But the Bible says very soon Jesus is going to come back to the earth, and he's going to be here for 1,000 years in Jerusalem. Physically, literally, he's going to be here. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, യേശു വേഗത്തിൽ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു. 1000 വർഷക്കാലം യെരൂശലേമിൽ അക്ഷരികമായി ശാരീരികമായി താൻ അവിടെ കാണപ്പെടും. In Zechariah chapter 14, സഖറിയ പ്രവചനം 14-ാം അധ്യായം verse 17, 17-ാം വാക്യം, ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരൂശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴ ഉണ്ടാകുകയില്ല. And it shall be that whoso will come up of all the families of the earth unto Jerusalem to worship the King, the Lord of hosts, even upon them shall be no rain. So here we read that people will come to Jerusalem to worship the Lord of hosts. അവിടെ നാം വായിക്കുന്നത് യെരൂശലേമിലേക്ക് സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുവാൻ ജാതികൾ വംശങ്ങൾ കടന്നു വരുമെന്നാണ്. Even in verse 16, every year people will come to worship the King, the Lord of hosts, to Jerusalem. 16-ാം വാക്യത്തിലും സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുവാൻ, രാജാവിനെ നമസ്കരിക്കുവാൻ യെരൂശലേമിലേക്ക് സകല ജാതികളും കടന്നു വരും. So once upon a time it looked like he was a failed politician. ഒരിക്കൽ താൻ ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനെ പോലെ കാണപ്പെട്ടിരുന്നിരിക്കാം. But very soon he's going to be promoted as king over all the earth. എന്നാൽ അതിവേഗം താൻ ഈ മുഴുവൻ ഭൂമിയുടെയും രാജാവായി ഉയർത്തപ്പെടുവാൻ പോകുന്നു. He's going to be the unopposed leader for 1,000 years. 1000 വർഷക്കാലം എതിരില്ലാത്തതായ നേതാവായി താൻ മാറ്റപ്പെടുവാൻ പോകുന്നു. Some others think, especially the Jews who lived in the days of Jesus, their opinion was that Jesus was a false Messiah. ചിലർ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് ആ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാർ ചിന്തിക്കുന്നത്, താനൊരു വ്യാജ മശിഹ ആയിരുന്നു എന്നാണ്. All through the Old Testament, the Jews were waiting for a Messiah because the Old Testament prophecies predicted that a Messiah was going to come. പഴയ നിയമകാലം മുഴുവനും യഹൂദന്മാർ ഒരു മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ പഴയ നിയമ പ്രവചനങ്ങളെല്ലാം തന്നെ അവരെ വീണ്ടെടുക്കുവാൻ വരുന്ന ഒരു മിശിഹായെ കുറിച്ച് പ്രവചിച്ചിരുന്നു. There were so many specific prophecies about Jesus. യേശുവിനെ കുറിച്ച്, not about Jesus, about the coming Messiah. വരുവാനുള്ള മശിഹയെ കുറിച്ച് വളരെ വ്യക്തമായ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. So all they had to do was to see if Jesus verified those prophecies. അവർക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് യേശു ആ പ്രവചനങ്ങൾ നിവർത്തിച്ചിരുന്നോ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കിയോ എന്നുള്ളതാണ്. In fact, those prophecies were so specific that all of them were fulfilled in that one person called Jesus Christ. It was very simple and very easy to find out if Jesus was the true Messiah. വാസ്തവത്തില് ആ പ്രവചനങ്ങളെല്ലാം വളരെ കൃത്യതയുള്ളതായിരുന്നു. അവയെല്ലാം തന്നെ യേശുക്രിസ്തു എന്നുള്ള ഏക വ്യക്തിയിൽ നിവർത്തിക്കപ്പെട്ടു. അതുകൊണ്ട് യേശുവാണ് യഥാർത്ഥ മശിഹ എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ വളരെ എളുപ്പമായിരുന്നു. His virgin birth was prophesied in the Old Testament. തന്റെ കന്യകയിലുള്ള ജനനം പഴയ നിയമകാലത്ത് പ്രവചിക്കപ്പെട്ടിരുന്നു. The place of his birth, Bethlehem, was prophesied in the Old Testament. താൻ ജനിക്കേണ്ടിയിരുന്ന സ്ഥലം ബേത്ലഹേം പഴയ നിയമകാലത്ത് പ്രവചിക്കപ്പെട്ടിരുന്നു. Jesus himself fulfilled, quoted some verses in the Old Testament now and then to say, at this time this verse is being fulfilled. യേശു തന്നെ പഴയ നിയമത്തിൽ നിന്ന് ചില വാക്യങ്ങൾ പ്രവചനങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോൾ ഈ വചനത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയുണ്ടായി. Jesus' crucifixion and resurrection were predicted in the Old Testament. യേശുവിന്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും പഴയ നിയമത്തിൽ പ്രവചിച്ചിരുന്നു. So it was very easy to find out and prove that Jesus was that Messiah. ആ മശിഹ യേശു തന്നെ ആയിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ
സ്ഥാപിക്കുവാനും തെളിയിക്കുവാനും വളരെ എളുപ്പമായിരുന്നു. But if you turn to Romans chapter 11 and read verse 25, എന്നാൽ റോമാലേഖനം 11:25 വായിക്കുമ്പോൾ you read about something called the mystery of the blindness of Israel. എന്നാൽ ഇസ്രായേലിന്റെ കുരുടിന്റെ മർമ്മം എന്നൊരു കാര്യം അവിടെ കാണുവാൻ കഴിയുന്നു. Read that verse, please. ആ വാക്യം വായിക്കും. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാർ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതെ ഇരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. For I would not, brethren, that ye should be ignorant of this mystery, lest ye should be wise in your own conceits, that blindness in part is happened to Israel, until the fullness of the Gentiles became in. What is written in the Malayalam Bible as hardness is written in English as blindness. മലയാളത്തിൽ കാഠിന്യം എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷില് കുരുട് എന്നാണ് എഴുതിയിരിക്കുന്നത്. That means, see, it's like telling the Israelites, see, it's so apparent, it's so obvious that Jesus is the Messiah. You have to read the Old Testament to just find that out. അതിന്റെ അർത്ഥം യേശു മശിഹയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്, വളരെ തെളിവുള്ളതാണ്. പഴയ നിയമം വായിച്ചു നോക്കിയാൽ മാത്രം മതി. You have the Old Testament in your hands to read and to test and see if that Jesus matches that Messiah, but you are so blind and it's such a mystery. How did you miss that? യേശു മശിഹ തന്നെ ആകുന്നു എന്നുള്ളത് അറിയേണ്ടതിന് നിങ്ങളുടെ കയ്യിൽ ആ പഴയ നിയമ പുസ്തകമുണ്ടല്ലോ, അതെടുത്ത് വായിച്ചു നോക്കിയാൽ യേശു തന്നെയാണ് മശിഹ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷേ അതിനെ സാധിക്കാതെ വണ്ണം അന്ധത നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്നു. So how did you miss that when it's so easy to find out? That's the mystery. അത് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമായിരിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്കത് സാധിക്കുവാൻ കഴിയാതെ പോകുന്നു? അതാകുന്നു മർമ്മം. That is the blindness of Israel. അതാണ് ഇസ്രായേലിന്റെ അന്ധത. But what did Jesus say? എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? Turn to John chapter 4 and read verses 25 and 26. യോഹന്നാൻ 4:25-26 വായിക്കാം. സ്ത്രീ അവനോട്, മശീഹ എന്ന് വച്ചാൽ ക്രിസ്തു വരുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശീഹ എന്ന് പറഞ്ഞു. The woman saith unto him, I know that Messiah as cometh, which is called Christ. When he is come, he will tell us all things. Jesus saith unto her, I that speak unto thee am he. Here is a woman who was stamped as a great sinner. വലിയ പാപി എന്ന മുദ്ര കുത്തപ്പെട്ട ഒരു സ്ത്രീയെ ഇവിടെ കാണുവാൻ കഴിയും. She was a virtual Jezebel, lived with 5 husbands and now lived with a man who was not her husband. അക്ഷരികമായി ഒരു ഇസബേലിന് തുല്യമായ ഒരു വ്യക്തിയായിരുന്നു അവള്. 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചു, ഇപ്പോൾ ഭർത്താവല്ലാത്ത ഒരുവന്റെ കൂടെ ജീവിക്കുന്നു. Despite so much lust in her life, in one corner there was a small simmering flame that looked for the Messiah. She's saying, I know, I have heard that Messiah is coming and that he will restore all things. തന്റെ ജീവിതത്തിൽ അത്രത്തോളം ജഡമോഹത്താൽ നിറഞ്ഞവളായി ജീവിച്ചിരുന്നു എങ്കിൽ തന്നെയും അവളുടെ ഹൃദയത്തിന്റെ ഏതോ ഒരു കോണില് ഒരു മങ്ങിക്കത്തുന്ന ഒരു ചെറിയ പ്രകാശം, ഒരു ദീപമുണ്ടായിരുന്നു. അതില് അവൾ ആഗ്രഹിച്ചത് മശിഹ വരും, എല്ലാം യഥാസ്ഥാനത്താക്കും, ക്രമീകരിക്കുമെന്നാണ് അവൾ ചിന്തിച്ചത്. So she heard about it. She may not have read the Bible, but somewhere someone would have told her about it, and many Jews were looking for this, that the Messiah would come, and this became a small red, like you have a small red spot in the tip of a candle. It was a small flame in her. താൻ വേദപുസ്തകം വായിച്ചിരിക്കുവാൻ സാധ്യതയില്ല, ആരെങ്കിലും തന്നോട് പറഞ്ഞതായിരിക്കാം മശിഹ വരുമെന്ന്. പക്ഷെ അത് തന്റെ ഹൃദയത്തില് ഒരു ചെറിയ ഒരു ചുവന്ന ദീപം പോലെ, ഒരു മെഴുകുതിരി കത്തുമ്പോൾ അതിന്റെ ആ തീയുടെ അറ്റത്തുള്ള ഒരു ചുവന്ന ഭാഗം പോലെ ഒരു ചെറിയ നാളമായിട്ട് അത് കാണപ്പെടുവാനിടയായി. And what did Jesus reply? യേശു എന്താണ് മറുപടി പറഞ്ഞത്? You know he's coming? അവൻ വരുന്നുവെന്ന് നിനക്ക് അറിയുമോ? I who am talking to you am he. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. Just imagine what would have happened at that time when she realized that the one whom she was longing for is standing in front of her. താൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് അവൾ അറിഞ്ഞ നിമിഷത്തിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? That small simmering flame, that red spot in the tip of the candle would have suddenly shot up as a huge fire. ആ കെടുവാൻ ആയിക്കൊണ്ടിരുന്നതായ ആ ചെറിയ തീനാളം പെട്ടെന്ന് അത് കത്തി ജ്വലിച്ചിരിക്കാം. She came to take water from the well. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ അവൾ വന്നതാണ്. The Bible says she left that pot there and went
and told the people of that land, come and see a man who has told me everything about my life. അവൾ അവളുടെ കുടം അവിടെ വിട്ടിട്ട് ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്ന് അവരോട് പറയുകയുണ്ടായി, എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എന്നോട് അറിയിച്ചു തന്ന മനുഷ്യനെ നിങ്ങൾ വന്ന് കാൺമിൻ. Why did she leave that pot there? എന്തുകൊണ്ടാണ് അവൾ ആ കുടം അവിടെ ഇട്ടേച്ചു പോയത്? That was the deposit to tell Jesus, Jesus, I'm coming back. അത് യേശുവിനോട് ഞാൻ തിരികെ വരുന്നു എന്ന് അറിയിക്കേണ്ടതിന് അവൾ അവിടെ നിക്ഷേപിച്ചതാണ്. Lord, I'm going to get more people and come back. Please wait here. This is why I'm leaving the pot here. കർത്താവേ, ഞാൻ പോയി കൂടുതൽ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരാം, അതുകൊണ്ടാണ് ഞാൻ ഈ കുടം ഇവിടെ വെച്ചിട്ട് പോകുന്നത്. So that understanding that Jesus was that Messiah brought up a flame within her that made her an evangelist, from a big sinner to an evangelist in a minute. യേശു ആകുന്നു മശിഹ എന്നുള്ള അറിവ് ഒരു വലിയ പാപിയായിരുന്ന അവളെ ഒരു നിമിഷം കൊണ്ട് ഒരു സുവിശേഷ പ്രചാരകയാക്കി മാറ്റി. There are some others today. There is something called the New Age movement. That means it's trying to mix up Jesus with everyone else. ഈ കാലത്ത് പുതുയുഗ സംഘടന എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. അവര് യേശുവിനെ മറ്റെല്ലാവരുമായിട്ട് കൂട്ടിച്ചേർക്കുവാൻ ശ്രമിക്കുന്നവരാണ്. The proponents of this New Age movement are trying to say that Jesus is an ascended master. ഈ പുതുയുഗ സംഘടനയുടെ പ്രചാരകന്മാര് പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശു ഒരു ഉയർത്തപ്പെട്ട യജമാനനാകുന്നു എന്നാണ്. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? Jesus was a man just like everybody else, just like you and me. എല്ലാ മനുഷ്യരെയും പോലെ, നിങ്ങളെയും എന്നെയും പോലെ യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു. As Jesus grew, he became conscious of the divinity that was in him. യേശു വളർന്നപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന ദൈവീകത്വത്തെക്കുറിച്ച് യേശുവിന് അറിവ് ലഭിക്കാനിടയായി. Through spiritual exercise and through meditation that he must have gone through between his age of 12 and 30, where he disappears from the Bible. വേദപുസ്തകത്തിൽ നിന്ന് താൻ അപ്രത്യക്ഷനാകുന്ന 12 മുതൽ 30 വയസ്സുവരെയുള്ള തന്റെ കാലഘട്ടത്തിനിടയിൽ താൻ പലവിധത്തിലുള്ള ആത്മീയ അഭ്യസനങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ കടന്നുപോയിട്ട് now he comes back with the consciousness of his own divinity. ഇപ്പോൾ താൻ തന്റെ ദൈവീകത്വം മനസ്സിലാക്കിയിട്ട് തിരികെ വരികയാണ്. So Jesus was an ascended master. യേശു അങ്ങനെ ഒരു ഉയർത്തപ്പെട്ട യജമാനനാകുന്നു. Buddha was an ascended master. ബുദ്ധൻ അപ്രകാരം ഉയർത്തപ്പെട്ട ഒരു യജമാനനാകുന്നു. In the same way, if we undergo certain exercises, spiritual exercises and meditation, we also can become ascended masters. അപ്രകാരം നാം ചില ആത്മീക അഭ്യസനങ്ങളിലൂടെ കടന്നുപോയി ധ്യാനിക്കുകയാണെങ്കിൽ നമുക്കും അങ്ങനെയുള്ള ഉയർത്തപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. What does the Bible have to say about such an opinion? അങ്ങനെയുള്ള ഒരു അഭിപ്രായത്തെ കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്? Jesus was not just a human being born just like all of us. നാം മനുഷ്യരായിരിക്കുന്ന നമ്മെ പോലെ പിറന്നു വീണ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല യേശു. In the book of Isaiah chapter 9 and verse 6, യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ we read there another prophecy of Jesus. അവിടെ യേശുവിനെ കുറിച്ചുള്ള മറ്റൊരു പ്രവചനം നാം വായിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. Enough. For unto us a child is born, unto us a son is given. A child is born. ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു. So, humanly speaking, Jesus was born. മാനുഷികമായി പറയുമ്പോൾ യേശു ജനിച്ചു. But Jesus was not only born, he was also given. Unto us a son is given. യേശു ജനിക്കുക മാത്രമല്ല ചെയ്തത്, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു യേശു നമുക്ക് നൽകപ്പെടുക കൂടിയാണ് ചെയ്തത്. So he was not only born, he was also given. That means he pre-existed. അവൻ ജനിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ നമുക്ക് നൽകപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം അവൻ അതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ്. He who was with God the Father as his beloved son was given to mankind. He was not just born, he existed before his birth. പിതാവായ ദൈവത്തോടു കൂടെ അവന്റെ ഏകജാതനായ പുത്രനായി കൂടെ ഉണ്ടായിരുന്നവനായ യേശു അവൻ ജനിക്കുക മാത്രമല്ല ചെയ്തത്, നമുക്ക് ദൈവത്താൽ നൽകപ്പെടുകയാണ് ചെയ്തത്. Jesus himself said, before Abraham was, I am. യേശു തന്നെ പറയുന്നുണ്ട്, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. So Jesus is not an ascended master who was born like as a human being just like us and later on realized his divinity.
From his birth, he was God, the Son of God. യേശു ഒരു സാധാരണ മനുഷ്യനെ പോലെ ജനിച്ച് പിന്നീട് അവന്റെ ദൈവികത്വം മനസ്സിലാക്കിയ ഒരു ഉയർത്തപ്പെട്ട യജമാനനല്ല. അവൻ ജനിക്കുമ്പോൾ തന്നെ അവൻ ദൈവമായിരുന്നു. From his birth till his crucifixion, he did no sin. തന്റെ ജനനം മുതൽ തന്റെ ക്രൂശീകരണം വരെ അവൻ പാപമൊന്നും ചെയ്തില്ല. When he was a 3-year-old, 4-year-old child, there was no mischief in Jesus. തനിക്ക് 3-4 വയസ്സുള്ള ഒരു കുട്ടിയായിരിക്കുമ്പോൾ തനിക്ക് വികൃതിയൊന്നും ഉണ്ടായിരുന്നില്ല. When he became a teenager, there was no lust in Jesus. താനൊരു ബാല്യക്കാരനായപ്പോൾ തന്റെ ഉള്ളിൽ ദുരാഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. When he became a full-fledged adult, there were no worldly ambitions in Jesus. താൻ പ്രായപൂർത്തിയായ ഒരു യുവാവായി മാറിയപ്പോൾ ലൗകികമായ ആഗ്രഹങ്ങളൊന്നും തനിക്കുണ്ടായിരുന്നില്ല. From his birth till his crucifixion, he was divine. തന്റെ ജനനം മുതൽ തന്റെ ക്രൂശീകരണം വരെ അവൻ ദൈവമായിരുന്നു. Some others say that Jesus is one of the many gods. മറ്റു ചിലർ പറയുന്നത് യേശു പല ദൈവങ്ങളിൽ ഒരു ദൈവമാകുന്നു. Or they might say he's just another name for that one God. God comes with many names. That's why you have many religions. All religions ultimately worship the same God. Christians worship that God in the name of Jesus. That's all. അല്ലെങ്കിൽ ദൈവത്തിന്റെ പല പേരുകളിൽ ഒന്ന് മാത്രമാണ് യേശു എന്നുള്ള പേര്. എല്ലാ മതങ്ങളും ദൈവത്തെ ഓരോ പേരുകളിൽ ആരാധിക്കുന്നുവല്ലോ. അങ്ങനെ ക്രിസ്ത്യാനികൾ വിളിച്ചപേക്ഷിക്കുന്ന ആ ദൈവത്തിന്റെ പേരാകുന്നു യേശു എന്നുള്ളത്. It's all the same God, but now Christians call that God Jesus. എല്ലാം ഒരു ദൈവം തന്നെ, പക്ഷേ ക്രിസ്ത്യാനികൾ ആ ദൈവത്തെ യേശു എന്ന് വിളിക്കുന്നു. But the Bible does not agree even with that. എന്നാൽ വേദപുസ്തകം അതും അംഗീകരിക്കുന്നില്ല. Jesus did not say I am one of the ways. He said I am the way. യേശു ഞാൻ പല വഴികളിൽ ഒരു വഴിയാകുന്നു എന്ന് പറഞ്ഞില്ല, ഞാൻ വഴിയാകുന്നു എന്നാണ് പറഞ്ഞത്. In John chapter 10, Jesus makes a very daring, bold statement. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് യേശു വളരെ ധൈര്യത്തോടെ ഒരു പ്രസ്താവന നടത്തുകയാണ്. Jesus said, I am the door. യേശു പറഞ്ഞു, ഞാൻ വാതിൽ ആകുന്നു. Read verse 9. 9-ാം വാക്യം വായിക്കാം. ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. And verse 8 also. 8-ാം വാക്യം കൂടി. എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. All that ever came before me are thieves and robbers, but the sheep did not hear them. I am the door. By me if any man enter in, he shall be saved, and shall go in and out, and find pasture. In verse 7, Jesus says, I am the door. 7-ാം വാക്യത്തിലും യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു. And in verse 8, Jesus says, anyone else who came before me and said, I am the door, they're all thieves and robbers. അതിന്റെ 8-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, എനിക്ക് മുമ്പ് ആരെങ്കിലും വന്ന് വാതിലാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമാകുന്നു. He didn't say I am a door. He said I am the door. ഞാൻ ഒരു വാതിലാകുന്നു എന്നല്ല അവൻ പറഞ്ഞത്, ഞാൻ വാതിൽ ആകുന്നു. So in all different people, I just told you a list of different kinds. There are many more, but I'm only presenting a few of different opinions that people have about this Jesus. യേശുവിനെ കുറിച്ച് പല മനുഷ്യർക്കുള്ളതായ പലവിധ അഭിപ്രായങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഇനിയും മറ്റു പല അനേക കാര്യങ്ങളുണ്ട്. In the days of Jesus himself asked his disciples, whom do people say I am? യേശുവിന്റെ നാളുകളിൽ യേശു തന്നെ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയുണ്ടായി, ഞാൻ ആരാകുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. So the disciples said, some people think that you are Elijah, some people think that you are John the Baptist, some others think that you are Jeremiah, and some don't give names, they just think that you are one of the prophets. ചിലർ ചിന്തിക്കുന്നത് നീ ഏലിയാവാകുന്നു എന്ന്, ചിലർ ചിന്തിക്കുന്നത് നീ സ്നാപയോഹന്നാനാകുന്നു എന്ന്, ചിലർ ചിന്തിക്കുന്നത് നീ ഇരമ്യാവാകുന്നു എന്ന്, ചിലർ പേര് പറയുന്നില്ല, ഈ പ്രവാചകനാണ് ആ പ്രവാചകനാണ് എന്നൊക്കെ പറയുന്നു. You're just one of the prophets, they say. പല പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ ആകുന്നു നീയും. Matthew chapter 16 and verse 14. മത്തായിയുടെ സുവിശേഷം 16-14. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നുവെന്ന് അവർ പറഞ്ഞു. And they said, some say that thou art John the Baptist, some Elias, and others Jeremiah or one of the prophets. Then when Jesus got that opinion from others, മറ്റുള്ളവരിൽ നിന്നുള്ള അഭിപ്രായം യേശുവിന് ലഭിച്ചപ്പോൾ, then Jesus asked his own disciples, all right then, whom do you say I am? അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ശരി, ഞാൻ ആരാകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്?
Then Peter answered and said, അപ്പോൾ പത്രോസ് തന്നോട് മറുപടി പറയുകയാണ്, Thou art the Christ, the Son of the living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. It is from this statement that I want to tell you one point about who this Jesus is. യേശു ക്രിസ്തു ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ പ്രസ്താവനയിൽ നിന്നാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. That's our subject. Who is Jesus? നമ്മുടെ വിഷയം അതാകുന്നുവല്ലോ, യേശു ആരാകുന്നു. Many people said many things as we just saw. നാം ഇപ്പോൾ കണ്ടതുപോലെ പല മനുഷ്യർ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. But here is Peter, the disciple of Jesus, saying something which Jesus himself acknowledged. ഇവിടെ യേശുവിന്റെ ശിഷ്യനായ പത്രോസ് പറയുന്നതായ കാര്യം യേശുവും അംഗീകരിക്കുന്നുണ്ട്. Jesus acknowledged by saying, Peter, you are not saying this. My heavenly Father has revealed this to you, and that's why you are saying this. യേശു പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞ് അത് അംഗീകരിച്ചു കൊടുത്തു. പത്രോസേ, നീയല്ല ഇത് പറഞ്ഞത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. Read verse 17, please. 17 വാക്യം കൂടി വായിക്കാം. യേശു അവനോട്, ബറിയോനോ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. And Jesus answered and said unto him, Blessed art thou, Simon Bar-Jonah, for flesh and blood hath not revealed it unto thee, but my Father which is in heaven. So when Jesus asked Peter, whom do you think Jesus is? Peter gave this answer. യേശു പത്രോസിനോട്, ഞാൻ ആരാകുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ഈ ഉത്തരം നൽകുകയുണ്ടായി. In the same way, now as we ask ourselves and one another this question, who is Jesus? അതുപോലെ ഇപ്പോൾ നമ്മോട് തന്നെയും നമുക്ക് തമ്മിൽ തന്നെയും യേശു ആരാകുന്നു എന്ന് ചോദിക്കാം. To get the right answer, we need divine intervention. Like it was told Peter, you didn't say this yourself. Another person did not prompt you to say this. My heavenly Father has revealed it to you. പത്രോസ് അതിന്റെ ഉത്തരം പറഞ്ഞതുപോലെ നാമും അത് മനസ്സിലാക്കേണ്ടതിന് നമുക്കൊരു ദൈവിക ഇടപെടൽ ആവശ്യമാകുന്നു. നീ തന്നെത്താൻ പറഞ്ഞതല്ല, ഇത് മറ്റൊരു വ്യക്തി പറഞ്ഞു തന്നതുമല്ല, സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത്. So thank God today we are under this umbrella of this meeting where the Father is now intervening to react or to act upon us so that we might understand the truth about Jesus. യേശുവിനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കേണ്ടതിന് സ്വർഗീയ പിതാവ് നമ്മോട് ഇടപെടുന്നതായ ഈ സുവിശേഷ യോഗം എന്നുള്ള കുടക്കീഴിൽ ദൈവം നമ്മെ കൊണ്ടുവന്നതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Jesus cannot be understood only by intellect, by reading a lot of books. യേശുവിനെ മനസ്സിലാക്കുവാൻ ബുദ്ധിശക്തി മാത്രം പോരാ, പല പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് അതിനെ സാധിക്കുകയുമില്ല. If that be the case, if Jesus can be understood only by the human intellect, what about simple illiterate people? They can't understand Jesus. യേശുവിനെ മാനുഷിക ജ്ഞാനം കൊണ്ട് മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയായിരുന്നുള്ളൂ എങ്കിൽ നിരക്ഷരരായ ബുദ്ധിയില്ലാത്തവരായ മനുഷ്യർക്ക് യേശുവിനെ ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയുകയില്ലായിരുന്നുവല്ലോ. One man said the knowledge of God is simply profound and profoundly simple. That means it is, for the simple person, he can read the Bible and find out who Jesus is, and the most intellectual person can read and come away dumbfounded because there's so much to know. ദൈവത്തിന്റെ ജ്ഞാനം മാനുഷികമായി ഭോഷത്വമാണ് എന്നൊരു വ്യക്തി പറയുകയുണ്ട്. അതിന്റെ അർത്ഥം ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധാരണ മനുഷ്യന് വചനം വായിച്ച യേശു ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ വളരെ ജ്ഞാനിയായ ഒരു മനുഷ്യനോ ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ വളരെ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കുവാനുള്ളവനായി സംശയാലുവായി വരുവാനേ കഴിയുകയുള്ളൂ. That is, he will read the Bible and he can be so taken up, so amazed that there's so much to know about Jesus and much more. അതിന്റെ അർത്ഥം താൻ വേദപുസ്തകം വായിച്ചതിന് ശേഷം യേശുവിനെ കുറിച്ച് വളരെ അറിഞ്ഞത് നിമിത്തം ആശ്ചര്യപ്പെടുകയും ഇനിയും വളരെ അറിയുവാനുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഇടയാവുകയും ചെയ്യും. So Jesus cannot be understood only by intellectual research. യേശു ക്രിസ്തുവിനെ ബുദ്ധിശക്തി കൊണ്ടോ ഗവേഷണം കൊണ്ടോ ഒന്നും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. So who is this Jesus? അപ്പോൾ ആരാകുന്നു ഈ യേശു? If you look at this answer that Peter gave, പത്രോസ് പറഞ്ഞതായ ഈ ഉത്തരം നാം നോക്കിയാൽ, thou art the Christ. നീ ക്രിസ്തു ആകുന്നു. That word Christ in Greek is Christos, which means the anointed one. ക്രിസ്തു എന്നുള്ള വാക്കിന് ഗ്രീക്ക് ഭാഷയുടെ ക്രിസ്തോസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാകുന്നു. So Jesus is called the anointed one. യേശു
അഭിഷിക്തൻ എന്ന് വിളിക്കപ്പെടുന്നു. In the Old Testament, as a shadow of the spiritual anointing, oil was poured on the heads of people who were set apart for the service of God. പഴയ നിയമകാലത്ത് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നവരുടെ മേൽ ഇന്ന് ആത്മീക അഭിഷേകം പകരുന്നത് പോലെ അതിന്റെ നിഴലായി ആ കാലത്ത് തൈലം തലയിൽ അഭിഷേകം ചെയ്തിരുന്നു. Some kings and priests were anointed with oil on their heads so that they might be set apart for divine responsibilities. ചില രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഇപ്രകാരം തൈലം കൊണ്ട് തലയിൽ അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നിയോഗിതരായിരുന്നു. Here Jesus is called the anointed one. ഇവിടെ യേശുവിനെ അഭിഷിക്തൻ എന്ന് വിളിക്കപ്പെടുന്നു. Not that literal oil was poured on his head. തന്റെ തലയിൽ അക്ഷരീകമായ തൈലമൊന്നും ഒഴിച്ചില്ല. It was a spiritual unction and empowering from the Father that made him the anointed one. ആത്മീക അഭിഷേകവും ദൈവത്താൽ പിതാവിനാലുള്ള ശക്തീകരണമാണ് തന്നെ അഭിഷിക്തനാക്കി മാറ്റിയത്. For example, before we servants of God came to the ministry, we were also anointed for this service. ഉദാഹരണമായി ഞങ്ങൾ കർത്തൃ ശുശ്രൂഷകർ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് ഇതിനു വേണ്ടി ഞങ്ങളും അഭിഷേകം ചെയ്യപ്പെടുകയുണ്ടായി. It is because of this anointing that we are able to live a life without getting married. We are able to come away from our home and we are able to dedicate ourselves for service amongst God's people. ഈ അഭിഷേക നിമിത്തമാണ് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കുവാൻ കഴിയുന്നതും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ കഴിഞ്ഞതും ഞങ്ങളെ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞതും. So Jesus was the anointed one, Christos. യേശു അഭിഷിക്തനായിരുന്നു, ക്രിസ്തോസ് ആയിരുന്നു. That means Jesus was anointed for a certain purpose. അതായത് യേശു ഏതോ ഒരു ഉദ്ദേശത്തിന് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടു. What was the reason why God anointed Jesus? ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? There are many reasons, of which I would like to present two today. പല കാരണങ്ങളുണ്ട്, എന്നാൽ ഇന്ന് അതിൽ രണ്ട് കാരണങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാം. If you turn to Acts chapter 10 and verse 38. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 10:38. 10:38 നസറായനോ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. How God anointed Jesus of Nazareth with the Holy Ghost and with power, who went about doing good and healing all that were oppressed of the devil, for God was with him. So one reason why God the Father anointed Jesus and sent him to the earth. പിതാവായ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ചതിന്റെ ഒരു കാരണം was so that he might do good. താൻ നന്മ ചെയ്യേണ്ടതിനായിരുന്നു. And that's what Jesus did all the days of his life. അതാണ് യേശു തന്റെ ജീവകാലമൊക്കെയും ചെയ്തതും. All that he did was only good. താൻ ചെയ്തതൊക്കെയും നന്മ മാത്രമായിരുന്നു. You also may have come here today because you have so many needs. നിങ്ങളും ഒരുപക്ഷെ ഇന്ന് ഇവിടെ കടന്നു വന്നത് നിങ്ങൾക്ക് പല ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം. Maybe you have some debt, or you have some secret sins, or some powers of witchcraft are working against your family. ഒരുപക്ഷെ നിങ്ങൾക്ക് കടബാധ്യത ഉള്ളതുകൊണ്ടോ ഏതെങ്കിലും രഹസ്യഭാവങ്ങൾ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി ഏതെങ്കിലും ദുർമന്ത്രവാദ ശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ടോ ആയിരിക്കാം. Maybe husband and wife are fighting often. ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിക്കടി ശണ്ടയുണ്ടാകുന്നുണ്ടായിരിക്കാം. Maybe your children are rebellious and disobedient. ഒരുപക്ഷെ നിങ്ങളുടെ മക്കള് മത്സരികളും അനുസരണക്കേടുള്ളവരുമായിരിക്കാം. Maybe you are suffering from some chronic illness. ഏതെങ്കിലും ഒരു വിട്ടുമാറാത്ത രോഗത്താൽ നിങ്ങൾ ബാധിതരായിരിക്കാം. Whatever it is, you have come to the right place where the good Jesus is here. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ വന്നിരിക്കുന്നത് ശരിയായ സ്ഥലത്താണ്. നല്ലവനായ യേശു ഇവിടെയുണ്ട്. Jesus has not lost his anointing today. യേശുവിന് അവന്റെ അഭിഷേകം ഇന്ന് നഷ്ടമായി പോയിട്ടില്ല. Even today he is the Christ, the anointed one, anointed to do good amongst human beings. ഇന്നും അവൻ അഭിഷിക്തനായ ക്രിസ്തുവാകുന്നു, മനുഷ്യരുടെ ഇടയിൽ നന്മ ചെയ്യുവാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ. Today you heard the testimony how Jesus did good to that sister. ഇന്ന് ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെയാണ് നന്മ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടുവല്ലോ. What physicians could not do, Jesus did. വൈദ്യന്മാർക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നത് യേശു ചെയ്തു. That Jesus, good Jesus, is here in our midst today. ആ നല്ല യേശു ഇന്ന് നമ്മുടെ മധ്യേയുണ്ട്. And he has been anointed to do this good. ഈ നന്മ ചെയ്യുവാനായിട്ടാണ് അവൻ അഭിഷിക്തനായിരിക്കുന്നത്. When Jesus fasted and prayed,
യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, before he started doing good, താൻ നന്മ ചെയ്യുവാൻ തുടങ്ങുന്നതിന് മുമ്പായി he fasted and prayed for 40 days. താൻ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. And after the 40 days was over, ആ 40 ദിവസം കഴിഞ്ഞതിന് ശേഷം read verse 14. After the fasting was over, how Jesus returned from the wilderness. യേശു മരുഭൂമിയിൽ നിന്ന് എപ്രകാരമാണ് മടങ്ങി വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള 14 വാക്യം വായിക്കും. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പരന്നു. 4:14 Luke. ലൂക്കോസ് 4:14. And Jesus returned in the power of the Spirit into Galilee, and there went out a fame of him through all the region round about. So now we see Jesus got that anointing. ഇപ്പോൾ യേശുവിന് ആ അഭിഷേകം ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. And in verse 18 he goes into the synagogue, opens the Bible to Isaiah chapter 61 and says, reads the first portion and says, this day the scripture is fulfilled in your ears. 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അതിനുശേഷം സിനഗോഗിലേക്ക് കടന്നു ചെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം എടുത്ത് അതിന്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഇത് ഈ പ്രവചനം ഇന്ന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു തുടങ്ങുന്നു. And after that we see how Jesus went about doing good. അതിനുശേഷം യേശു എങ്ങനെയാണ് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചത് എന്നുള്ളത് നാം കാണുന്നു. In Matthew chapter 4, മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിൽ in the same incident about the period after Jesus fasted is quoted. യേശുവിന്റെ ഉപവാസത്തിന് ശേഷമുള്ള നാളുകളെ അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. After he fasted, his fame went throughout all Syria. താൻ ഉപവസിച്ചതിന് ശേഷം തന്റെ ശ്രുതി ആ ദേശമെല്ലാം പരന്നു. And then he started healing so many people who were sick. രോഗികളായിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കുവാൻ തുടങ്ങി. And that's how Jesus was empowered to do good. അങ്ങനെയാണ് യേശു നന്മ ചെയ്യുവാനായിട്ട് ശക്തി പ്രാപിച്ചത്. Even today that Jesus is here with the same anointing. ഇന്നും യേശു അതേ അഭിഷേകത്തോടുകൂടെ ഇവിടെയുണ്ട്. After this service is over, ഈ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം, if you have come here newly or if you're listening from outside, നിങ്ങൾ ഇവിടെ ഒരുപക്ഷെ പുതുതായി വന്നതാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ശ്രദ്ധിക്കുകയാണെങ്കിലോ, your heart might be weighed down with so many personal needs. പല വ്യക്തിപരമായ ആവശ്യങ്ങൾ നിമിത്തമായി നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കാം. When you are invited at the end of this service to come forward for prayer, please come forward and get prayed for. The saints of God will lay their hands on your head and that good Jesus will touch you tonight. ഈ കൂട്ടത്തിന്റെ അവസാനം പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവർ മുമ്പോട്ട് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് മുമ്പോട്ട് കടന്നു വന്നാട്ടെ. വിശുദ്ധന്മാർ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും നല്ലവനായ യേശു നിങ്ങളുടെ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കുകയും ചെയ്യും. You might be a believer or a Christian, you may have known Jesus already, but still, even if you have some needs, you come forward believing Jesus with that simple mindedness and simple faith, Jesus will touch you. നിങ്ങൾ ഒരുപക്ഷെ ഒരു വിശ്വാസിയായിരിക്കാം, ഒരുപക്ഷെ യേശുവിനെ അറിയുന്ന ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആ എളിമത്വമുള്ള മനസ്സോടുകൂടി ആ യേശു നന്മ ചെയ്യും എന്നുള്ള എളിയ വിശ്വാസത്തോടുകൂടി കടന്നു വന്നാട്ടെ, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. But one thing we would like to tell you, എന്നാൽ ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ. although you may have come here with many personal needs, ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ പല വ്യക്തിപരമായ ആവശ്യങ്ങളോടുകൂടെ വന്നിരിക്കുകയാണെങ്കിലും, those personal needs might only be an avenue through which God has brought you here to tell you something much more important about life. ആ വ്യക്തിപരമായ ആവശ്യം എന്നുള്ളത് നിങ്ങളെ ഇവിടെ കൊണ്ടുവരുവാൻ ദൈവം നിങ്ങൾക്കൊരുക്കിയ ഒരു മുഖാന്തരമായിരിക്കാം. അത് നിമിത്തം ജീവിതത്തെക്കുറിച്ച് അതിനേക്കാൾ പ്രധാനപ്പെട്ട ചിലത് ദൈവത്തിന് നിങ്ങളോട് പറയുവാനുണ്ട്. The second reason, that is the second reason what I want to tell you as to what Jesus was anointed for. യേശു അഭിഷേകം പ്രാപിച്ചതിന്റെ രണ്ടാമത്തെ കാരണം അതാകുന്നു എന്നാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. We all know, everybody knows Jesus as Jesus Christ. നമുക്കെല്ലാവർക്കും യേശുവിനെ യേശുക്രിസ്തു എന്ന് അറിയാവുന്നതാണല്ലോ. So we just got the meaning of Christ. നമുക്ക് ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം ലഭിച്ചുവല്ലോ. What is the meaning of the name Jesus? യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താകുന്നു? We read from Matthew chapter 1 and verse 21. മത്തായിയുടെ സുവിശേഷം 1 അധ്യായത്തിന്റെ 20 മുതൽ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. The meaning of Jesus is written there. യേശു എന്ന വാക്കിന്റെ അർത്ഥം അവിടെ എഴുതിയിരിക്കുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണം എന്ന് പറഞ്ഞു.
And she shall bring forth a son, and thou shalt call his name Jesus, for he shall save his people from their sins. There's something very sweet about this name Jesus that I discovered recently. യേശു എന്ന പേരിനെ കുറിച്ച് ഞാൻ അടുത്ത കാലത്ത് വളരെ മാധുര്യമേറിയ ഒരു കാര്യം കണ്ടുപിടിക്കുകയുണ്ടായി. See, basically this planet has become an enemy of Jesus because of sin. പാപം നിമിത്തമായി ഈ ഗ്രഹം തന്നെ ദൈവത്തോട് എതിരികളായി തീരുകയുണ്ടായി. When we speak of the word sin, പാപം എന്നുള്ള വാക്ക് പറയുമ്പോൾ generally people think about, killing and fornication and smoking and drinking and things that are bad, morally bad in the eyes of society. പാപം എന്ന് സാധാരണ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് കൊലപാതകം, വ്യഭിചാരം, മദ്യപാനം, പുകവലി, സമൂഹത്തിന്റെ മുമ്പിൽ അസന്മാർഗികമായി കാണപ്പെടുന്ന കാര്യങ്ങളെയാണ് പാപമെന്ന് എല്ലാവരും ചിന്തിക്കുന്നത്. That is true, but that's only one corner of the definition of sin. അത് സത്യം തന്നെയാണ്. പക്ഷേ പാപം എന്നുള്ള വാക്കിന്റെ വ്യാഖ്യാനത്തിന്റെ ഒരു മൂല മാത്രമേ അതാകുന്നുള്ളൂ. More generally, sin is a nature within us that makes us rebel against our God, who is supposed to be our Father. പാപത്തെ കുറിച്ച് കൂടുതൽ പൊതുവായി പറയുകയാണെങ്കിൽ നമ്മുടെ പിതാവാകുന്ന ദൈവത്തിന് വിരോധമായി നാം എഴുന്നേറ്റ് മത്സരിക്കുവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതായ പ്രേരണയ്ക്കാണ് അത് പാപം എന്ന് പറയുന്നത്. In that sense, every human being born into this planet Earth is an enemy of God. ആ ഒരു അർത്ഥത്തിൽ ഈ ഭൂമി എന്നുള്ള ഗ്രഹത്തിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യരും ദൈവത്തിന്റെ ശത്രുവാകുന്നു. So when Jesus was sent by the Father, പിതാവിനാൽ യേശു അയക്കപ്പെടുമ്പോൾ Jesus was sent into the enemy's territory. ആ ശത്രുവിന്റെ ദേശത്തേക്കാണ് യേശുവിനെ അയക്കുന്നത്. So all those who are with him, including his own parents in that sense, were enemies to him. തന്നോടുകൂടെ ഉണ്ടായിരുന്നവരൊക്കെയും ഒരർത്ഥത്തിൽ തന്റെ മാതാപിതാക്കൾ പോലും തന്റെ ശത്രുക്കളായിരുന്നു. So when Jesus was born into this world or sent into this world, he was doing something very risky and dangerous. യേശു ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടപ്പോൾ താൻ ചെയ്തുകൊണ്ടിരുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമായിരുന്നു. But look at that beautiful statement made in that meaning of the name Jesus. യേശു എന്ന വാക്കിന്റെ അർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആ മനോഹരമായ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. It's not written that he's going to save his enemies from their sins. While we are enemies, he calls us his people. He will save his people from their sins. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ തന്റെ ശത്രുക്കളെ പാപത്തിൽ നിന്ന് വിടുവിക്കുമെന്നല്ല, നാം അവന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ അവന്റെ ജനം എന്നാകുന്നു വിളിക്കുന്നത്. So what does the name Jesus Christ mean? അപ്പോൾ യേശുക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താകുന്നു? One who is anointed to save his people from their sins. തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. Although we are enemies, still Jesus calls us his people. നാം ശത്രുക്കളായിരിക്കുന്നു എങ്കിൽ തന്നെയും യേശു നമ്മെ അവന്റെ ജനം എന്ന് വിളിക്കുന്നു. So that's the meaning of a true father. അതാണ് ഒരു യഥാർത്ഥ പിതാവിന്റെ അർത്ഥം. So the second reason why Jesus was anointed was to save his people. യേശു അഭിഷേകം ചെയ്യപ്പെട്ടതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം മനുഷ്യരെ രക്ഷിക്കുവാനാണ്. Although we mean save from sin, നാം രക്ഷിക്കുക എന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തന്നെയും from a broader viewpoint, we are being saved from something else. ഒരു വിശാലമായ വീക്ഷണത്തിൽ നാം നോക്കുമ്പോൾ മറ്റു ചിലതിൽ നിന്നുകൂടി നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. One man said like this: ഒരു മനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി, we are saved by God, through God, from God, for God. നാം ദൈവത്താൽ, ദൈവത്തിൽ നിന്ന്, ദൈവത്തിന് വേണ്ടി രക്ഷിക്കപ്പെട്ടു. By God, through God. ദൈവത്താൽ, ദൈവത്തിൽ കൂടി, ദൈവത്തിന് വേണ്ടി രക്ഷിക്കപ്പെട്ടു. So what does it mean? എന്താണ് അതിന്റെ അർത്ഥം? Saved by God means God the Father. ദൈവത്താൽ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം. Through God means through Jesus Christ. ദൈവത്തിൽ കൂടി എന്ന് പറയുമ്പോൾ യേശുവിൽ കൂടി. From God means from the wrath of God. ദൈവത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കോപത്തിൽ നിന്ന്. For God means we are set apart for God for his service. ദൈവത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നാം ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റപ്പെടുന്നു. So the important point that I want to focus on in that statement is, although we are saved from sin, that is true, but in another sense we are saved from God. That means from the wrath of God. ആ പ്രസ്താവനയിൽ ഞാൻ ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, നാം ദൈവത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ തന്നെയും
although we are saved from sin, നാം പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ തന്നെയും വാസ്തവത്തിൽ ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. so we are saved by God from God. നാം ദൈവത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. That means today, because we are his enemies, God is angry with us. അതിന്റെ അർത്ഥം ഇന്ന് നാം അവന്റെ ശത്രുക്കളായിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മോട് കോപിക്കുന്നു എന്നാണ്. There are two parts to God. ദൈവത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. One is called the righteousness of God. ഒന്ന് ദൈവത്തിന്റെ നീതി, The other is called the mercy of God. മറ്റേത് ദൈവത്തിന്റെ കരുണ. The righteousness of God means right is right, wrong is wrong and must be punished. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അത് നേരാണ്, തെറ്റാണ്, അതിനെ ശിക്ഷ കൊടുത്തേ തീരൂ. But the mercy of God says, although wrong is wrong and must be punished, something must be done to help man escape that punishment. ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്, അതിനെ ശിക്ഷ കൊടുത്തേ തീരൂ എങ്കിൽ തന്നെയും മാനവജാതിയെ വിടുവിക്കേണ്ടതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരൂ. And that punishment is not 1,000 rupees or 10,000 rupees or 15 years of imprisonment. ആ ശിക്ഷ എന്നുള്ളത് 1000 രൂപയോ 10000 രൂപയോ അല്ലെ 15 വർഷം തടവോ എന്നുള്ളതല്ല. It is eternal ostracization or a separation from God himself. അത് നിത്യമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന വേർപെടലാണ്. That's what the Bible says, the wages of sin is death. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. So when God tried to appeal to man to show his mercy to mankind through the centuries. നൂറ്റാണ്ടുകളായി ദൈവം തന്റെ ദയയെ, തന്റെ കരുണയെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. If you turn to the key verse that we read, നാം വായിച്ചതായ കുറിവാക്യത്തിലേക്ക് നാം വരുമ്പോൾ, and we read verses 42 and 43 and 44, നാം 43 44 വാക്യങ്ങളിൽ വായിച്ചു. what you read there is, it's very dangerous to reject Jesus. യേശുവിനെ തള്ളിക്കളയുക എന്നുള്ളത് വളരെ അപകടകരമാണ്. He who falls on the stone will be broken. ഈ കല്ലിന്മേൽ വീഴുന്നവനൊക്കെയും തകർന്നു പോകും. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? See, Jesus is that stone. യേശുവാണ് ആ കല്ല്. That's what you read in verse 42. അതാണ് 42 വാക്യത്തിൽ നാം വായിക്കുന്നത്. The stone which the builders rejected, Jesus is that stone. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് യേശുവാകുന്നു ആ കല്ല്. And then in verse 44, if anyone falls on that stone, he will be broken. 44 വാക്യത്തില് ആരെങ്കിലും ആ കല്ലിൽ വീഴുന്നുവെങ്കിൽ അവൻ തകർന്നു പോകും. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? All the Israelites, except the small Jews who followed, few Jews who followed Jesus, they all fell on Jesus and crucified him. He is worthy of death, and they were all standing behind those who executed that crucifixion. ആ യേശുവിനെ അനുഗമിച്ച ചുരുക്കം ചില യഹൂദന്മാരൊഴികെ ബാക്കി സകല യഹൂദന്മാരും ഈ കല്ലിന്മേൽ വീണിട്ട് അവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് ആ ശിക്ഷ നടപ്പാക്കിയവരുടെ പുറകിൽ അണിനിരക്കുകയാണ്. So by saying crucify him, they all shouted unanimously. They were falling on him. അവരെല്ലാവരും ഒന്നു ചേർന്ന് അവനെ ക്രൂശിക്കാം എന്ന് നിലവിളിച്ചപ്പോൾ അവർ അവന്റെ മേൽ വീഴുകയായിരുന്നു. And Jesus said, if you're going to do this, you're going to get into trouble. യേശു പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. And that's what they did. അത് അവർ ചെയ്യുകയും ചെയ്തു. But that's what they did through the centuries. അതാണ് നൂറ്റാണ്ടുകളായി അവർ ചെയ്തുകൊണ്ടിരുന്നതും. In fact, in that same chapter, the previous few verses, this is what Jesus is highlighting through a parable. അതേ അധ്യായത്തില് അതിന്റെ മുകളിലുള്ള ചില വാക്യങ്ങളിൽ കൂടെ യേശു ഒരു ഉപമ നിമിത്തമായി ഈ കാര്യങ്ങൾ ഇത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. There was a certain householder who planted a vineyard. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയ ഒരു ഗൃഹനാഥൻ ഉണ്ടായിരുന്നു. And he let it out to husbandmen. അത് തന്നെ പാട്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. And periodically he sent his servants to get the fruit of his vineyard. തന്റെ മുന്തിരിത്തോട്ടത്തിന്റെ ഫലകാലം സമീപിച്ചപ്പോൾ അതിന്റെ ഫലം വാങ്ങുവാൻ അവൻ പലരെയും അയക്കുകയുണ്ടായി. But they beat one and killed another and stoned another. എന്നാൽ ചിലരെ അവർ അടിച്ചു, ചിലരെ കൊന്നു, ചിലരെ കല്ലെറിഞ്ഞു. Finally the owner said, അവസാനം യജമാനൻ പറയുകയാണ്, I will send my own son. ഞാൻ എന്റെ സ്വന്തം മകനെ അയക്കും. But they caught him and killed
killed him. എന്നാൽ അവർ അവനെ പിടിച്ച് കൊന്നുകളഞ്ഞു. So those servants whom the master was sending century or period after period were the prophets who came before Jesus. ദൈവം യജമാനൻ അയച്ചതായ ആ ദാസന്മാരെന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി യേശുവിന് മുമ്പ് കടന്നു വന്നതായ പ്രവാചകന്മാരാകുന്നു. But all the prophets were rejected. എന്നാൽ എല്ലാ പ്രവാചകന്മാരും തള്ളി കളയപ്പെടുകയാണ്. Finally Jesus the son, he said, I will go personally. അവസാനം പുത്രനായ യേശു പറയാണ്, ഞാൻ തന്നെ വ്യക്തിപരമായി പോകാം. And every time Jesus tried to reach out to them, talk sense to them, they would all wait to find fault with him. യേശു ഓരോ പ്രാവശ്യവും അവരോട് ഇടപഴകുവാൻ ശ്രമിച്ചപ്പോൾ, അവർക്ക് അറിവ് ജ്ഞാനം പകർന്നു കൊടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർ യേശുവിൽ കുറ്റം കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. That's why Jesus warned them, you keep doing this, you are going to get into trouble. അതുകൊണ്ടാണ് യേശു അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തത്, ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ തകർന്നു പോകും. And finally they did it. അവസാനം അവരത് ചെയ്തു. They nailed him on a cross. അവരവനെ ഒരു ക്രൂശിൽ ആണി അടിച്ചു ക്രൂശിച്ചു. But brother, sister, പ്രിയ സഹോദര സഹോദരി, at this point there is one thing we must learn. ഈ ഒരു അവസ്ഥയിൽ നാം മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. It was not just the Jews who nailed Jesus to the cross. യേശുവിനെ യഹൂദന്മാർ മാത്രമല്ല ക്രൂശിൽ അടിച്ചത്. They were just the representatives of all mankind. അവര് മുഴുവൻ മാനവ കുലത്തിന്റെയും പ്രതിനിധികളായിരുന്നു. It was not the Jews who were the enemy of Jesus. All of us human beings, we all got together, rejected Jesus. The Jews were only representing us to crucify Jesus. യഹൂദന്മാർ മാത്രമായിരുന്നില്ല യേശുവിന്റെ ശത്രുക്കളായിരുന്നത്. സകല മാനവജാതിയും നാം ഉൾപ്പെടെ നാം എല്ലാവരും ചേർന്ന് യഹൂദന്മാർ നമ്മുടെ പ്രതിനിധികളായി യേശുവിനെ ക്രൂശീകരിക്കുകയാണ്. You turn to Isaiah chapter 53, you read about the prophecy of Jesus. യെശയ്യാ പ്രവചനം 53 അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. Read verse 3. അതിന്റെ 3-ാം വാക്യം വായിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രം. He is despised and rejected of men. Yeah, what do we see? He was not rejected by the Jews. He was rejected by men, all mankind. അവൻ യഹൂദന്മാരാലല്ല ത്യജിക്കപ്പെട്ടത്, സകല മനുഷ്യരാലും അവൻ ത്യജിക്കപ്പെടുന്നു. So what does that mean? എന്താണ് അതിന്റെ അർത്ഥം? It's not just the Jews who fell upon Jesus. All of us have fallen upon Jesus. ഈ യഹൂദന്മാർ മാത്രമല്ല യേശുവിന്റെ മേൽ വീണത്, നാം എല്ലാവരും അവന്റെ മേൽ വീഴുകയുണ്ടായി. It's not the Jews who rejected the stone. We all rejected that stone. യേശുവിനെ ആ കല്ലിനെ തള്ളിക്കളഞ്ഞത് യഹൂദന്മാർ മാത്രമല്ല, നാം എല്ലാവരും ആ കല്ലിനെ തള്ളിക്കളഞ്ഞു. And Jesus said, if anyone falls on this stone, he shall be broken, which means all of us fell on that stone. We all will be broken. യേശു പറഞ്ഞു, ഈ കല്ലിന്മേൽ വീഴുന്നവനൊക്കെ തകർന്നു പോകും. അതിന്റെ അർത്ഥം നാം എല്ലാവരും ആ കല്ലാകുന്ന യേശുവിന്റെ മേൽ വീണ നാം എല്ലാവരും തകർന്നു പോയി. That means now life is dangerous for mankind. അതായത് ഇപ്പോൾ മനുഷ്യന് ജീവിതം അപകടത്തിലായിരിക്കുന്നു. We have to quickly get reconciled with Jesus, otherwise it's going to be dangerous for us. നാം അതിവേഗത്തിൽ യേശുവിനോട് നിരപ്പ് പ്രാപിച്ചില്ല എങ്കിൽ അപകടത്തിലാകുവാൻ പോകുന്നു. In Psalm 2 and verse 12, 2-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യത്തിൽ there is an advice: kiss the son. അവിടെ ഒരു ഉപദേശം നൽകപ്പെടുന്നു, പുത്രനെ ചുംബിച്ചുകൊള്ളുക. Read that verse, please. ആ വാക്യം വായിക്കും. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. Kiss the Son, lest he be angry and ye perish from the way. What does this verse mean? എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? Kiss Jesus. യേശുവിനെ ചുംബിക്കുക. Otherwise, in English it says, when his wrath is only kindled but a little, he doesn't have to get very angry. When his wrath is kindled only a little, while you are on your journey itself, halfway you'll perish. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാണ്. അവന്റെ കോപം അല്പം ജ്വലിച്ചാൽ തന്നെ നിങ്ങൾ ആ പാതി വഴിയിൽ വെച്ച് നശിച്ചു പോകും. So before that wrath, little wrath, he's a merciful God. He's waiting, he's sending his servants, he's arranging a convention, he's appealing to you, but you can very proudly reject all this. If he gets a little angry, you will perish on the way itself. അവൻ വളരെ കരുണയുള്ളവനായ ദൈവമാണ്. അവൻ ഇങ്ങനെയുള്ള കൺവെൻഷനുകൾ നടത്തിയിട്ട് തന്റെ ദാസന്മാരെ അയച്ച് തന്റെ ദൂതുകൾ നമുക്ക് നൽകി അവൻ ഓരോരുത്തരോടും യാചിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് വളരെ നിഗളത്തോടുകൂടി അവനെ തള്ളിക്കളയുവാൻ കഴിയും. പക്ഷെ അവന്റെ കോപം അല്പമെങ്കിലും ജ്വലിക്കുന്നുവെങ്കിൽ വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകും. So instead of rejecting Jesus and thinking that we are very clever, don't allow our pride to come in the way. It's going to be dangerous for us. യേശുവിനെ തള്ളിക്കളഞ്ഞ് നാം വളരെ ബുദ്ധിശാലികളായി ചിന്തിക്കരുത്. നമ്മുടെ ജ്ഞാനം ഇടയിൽ വന്ന് നമ്മെ നശിപ്പിക്കുവാൻ നാം ഇടം കൊടുക്കരുത്. So the Bible gives us that advice. To prevent that from happening, kiss Jesus. വേദപുസ്തകം നമുക്കൊരു ഉപദേശം തരികയാണ്.
അത് സംഭവിക്കാതിരിക്കേണ്ടതിന് യേശുവിനെ ചുംബിച്ചുകൊള്ളുവേൻ. In the Bible we read about 2 kisses. വേദപുസ്തകത്തിൽ നാം 2 ചുംബനങ്ങളെ കുറിച്ച് വായിക്കുന്നു. There may be much more, but I want to speak about these 2. മറ്റു പലതും കാണുമായിരിക്കും, പക്ഷെ 2നെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. One is the kiss of Absalom. ഒന്ന് അബ്ശാലോമിന്റെ ചുംബനമാണ്. He kissed people to get their support. താൻ മനുഷ്യരെ ചുംബിച്ചത് അവരുടെ സപ്പോർട്ട് തനിക്ക് ലഭിക്കുവാനായിട്ടാണ്. That was a selfish kiss. അത് സ്വാർത്ഥത നിറഞ്ഞ ചുംബനമായിരുന്നു. He was diverting people from David and turning hearts to himself. അവന് മനുഷ്യരെ ദാവീദിൽ നിന്ന് വശീകരിച്ച് അവങ്കിലേക്ക് തിരിക്കുകയായിരുന്നു. There was another person who kissed, and that was Judas. ചുംബിച്ച മറ്റൊരു മനുഷ്യനുണ്ട്, അത് യൂദാസ് ആകുന്നു. He kissed so that he can get some good money. തനിക്ക് കുറച്ച് പണം ലഭിക്കേണ്ടതിനാണ് താൻ ചുംബിച്ചത്. So what are you coming here to kiss Jesus for? നിങ്ങൾ ഇവിടെ യേശുവിനെ ചുംബിക്കുവാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? We may have come here to say, Jesus, please help me with some personal reasons. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന ചില വ്യക്തിപരമായ ആവശ്യങ്ങളുമായിട്ടായിരിക്കാം നാം വന്നിരിക്കുന്നത്. But we want to tell you that before we can get that goodness from Jesus, there is some pending anger in Jesus which we have to alleviate or pacify. Otherwise it's going to be dangerous for us. യേശുവിൽ നിന്ന് ആ നന്മ പ്രാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവന്റെ ജീവിതത്തിലുള്ള ആ അല്പം കോപത്തെ നീക്കി കളയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. It is the kiss of repentance. അത് മാനസാന്തരത്തിന്റെ ചുംബനമാകുന്നു. It is the kiss of the prodigal son. അത് മുടിയനായ പുത്രന്റെ ചുംബനമാകുന്നു. It is the kiss of realization that we have sinned against heaven and against God. സ്വർഗ്ഗത്തിനും ദൈവത്തിനും വിരോധമായി നാം പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള അറിവാകുന്നു അത്. It is the kiss of submission to rediscover a lost relationship with our heavenly God. നമ്മുടെ സ്വർഗീയ പിതാവുമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ തിരികെ ലഭിക്കേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്ന ചുംബനമാകുന്നു ഇത്. That kiss Jesus wants. ആ ചുംബനം യേശു ആഗ്രഹിക്കുന്നു. You know, he loves us so much. അവൻ നമ്മെ വളരെ സ്നേഹിക്കുന്നവനാണ്. He doesn't have to be, he's not busy with any other creatures in another planet. We are all his business. അവന് മറ്റ് ഏതെങ്കിലും ഗ്രഹത്തിലുള്ള വേറെ ഏതെങ്കിലും ജീവികളുമായിട്ട് വളരെ തിരക്കുള്ളവനായിരിക്കുന്നില്ല. അവന്റെ സകല തിരക്കും സകല കാര്യവും നാം തന്നെയാകുന്നു. You know, we are very happy that you have come to this convention. ഈ കൺവെൻഷന് നിങ്ങൾ കടന്നു വന്നതിൽ അവന് വളരെ സന്തോഷവുമുണ്ട്. But we are also very happy to inform you that Jesus also has come to this convention. എന്നാൽ യേശുവും ഈ കൺവെൻഷന് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. And Jesus is very happy because he knows that you have come to this convention. ഈ കൺവെൻഷന് നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് അറിയുന്നത് കൊണ്ട് യേശുവും വളരെ സന്തോഷിക്കുന്നു. So this convention is not, we are not here just to sing some songs and to just listen to the word of God and go away. Here we have an appointment with God. ഇവിടെ നാം കടന്നു വന്നിരിക്കുന്നത് കുറച്ച് പാട്ടൊക്കെ പാടി ദൈവവചനം കേട്ട് പോകേണ്ടതിന് വേണ്ടി മാത്രമല്ല, ഇവിടെ നമുക്ക് ദൈവവുമായി ഒരു കണ്ടുമുട്ടലുണ്ട്. We say Jesus is here. നാം പറയുന്നു യേശു ഇവിടെയുണ്ട്. Where is Jesus? എവിടെയാണ് യേശു? You look around, you can't see Jesus. ചുറ്റും നോക്കിയാൽ യേശുവിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലല്ലോ. How do we claim Jesus is here? പക്ഷേ യേശു ഇവിടെ ഉണ്ട് എന്ന് എങ്ങനെയാണ് നാം അവകാശപ്പെടുന്നത്? Jesus is right here, but he's in another dimension, that's all. യേശു ഇവിടെ തന്നെയുണ്ട്, പക്ഷെ താൻ മറ്റൊരു അളവിലാണ് ഇവിടെ ആയിരിക്കുന്നത്. We live in a 3-dimensional world, length, breadth and height. നാം ഒരു 3D 3 ഡയമെൻഷനുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്, നീളം, വീതി, ഉയരം. But Jesus is in this here, right here, but he's in a 4th, 5th or higher dimension, so we can't see him. യേശു ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ താൻ അത് 4-മത്തെയോ 5-മത്തെയോ 6-മത്തെയോ ഒരു അളവിലാണ് ഇവിടെ ആയിരിക്കുന്നത്. I can go ahead explaining to make you understand, but I don't know how many will understand. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടതിന് വളരെ വിശദീകരിക്കുവാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നില്ല. So Jesus belongs to a higher dimension. എന്നാൽ യേശു ഒരു ഉയർന്ന അളവിലായിരിക്കുന്നു. Let me tell you that he's right here in this pandal. He's here in this shed. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഈ പന്തലിൽ യേശു നമ്മുടെ മധ്യേയുണ്ട്. And he's listening to this sermon and he's watching all of you. അവൻ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്, നിങ്ങളെ എല്ലാവരെയും കണ്ടുകൊണ്ടുമാണ് ഇരിക്കുന്നത്. And he's waiting for your response. നിങ്ങളുടെ മറുപടിക്ക് പ്രതികരണത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. Like the men rejected him 2000 years ago and crucified him in Israel, in this convention also we can reject and say, I have here only come to receive some good. I don't want to kiss Jesus.
2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ അവർ തള്ളിക്കളഞ്ഞ് അവനെ ക്രൂശിച്ചതുപോലെ ഇന്നും നമുക്ക് അവനെ തള്ളിക്കളഞ്ഞ് യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് ഞാനിവിടെ വന്നത് ചില നന്മ പ്രാപിക്കുവാൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങാം. Jesus has come here to meet you. യേശു ഇവിടെ കടന്നു വന്നത് നിന്നെ കാണുവാനാണ്. Jesus has come here to receive your kiss. യേശു ഇവിടെ വന്നത് നിന്റെ ചുംബനം സ്വീകരിക്കുവാനാണ്. Jesus has come here to renew a relationship with you. യേശു ഇവിടെ കടന്നു വന്നത് നിന്നോടുള്ള അവന്റെ ബന്ധത്തെ പുതുക്കുവാനാണ്. He has come here as the anointed one, Christos. അവരിവിടെ വന്നിരിക്കുന്നത് അഭിഷിക്തനായ ക്രിസ്തോസ് ആയിട്ടാണ്. But there is something that is standing between you and him that is preventing you from coming back fully to him. എന്നാൽ നിനക്കും അവനും മധ്യേ നിൽക്കുന്ന മറ്റൊന്നുണ്ട്. അത് നിങ്ങൾ അവനിലേക്ക് പൂർണ്ണമായി മടങ്ങി വരുന്നതിൽ നിന്നും നിങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. That is that sin that I told you about. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതായ പാപം. Something within you that is resisting Jesus, although you have so many needs for which you must come to Jesus. നിങ്ങളുടെ ഉള്ളിലുള്ള ഏതോ ഒന്ന് നിങ്ങൾക്ക് യേശുവിൽ നിന്ന് പ്രാപിക്കേണ്ട പല ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. When I was small, like these boys sitting in front, ഇവിടെ മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികളെ പോലെ ഞാനും ഒരു ചെറിയ ആൺകുട്ടിയായിരുന്നപ്പോൾ I used to attend children's convention. കുട്ടികളുടെ കൺവെൻഷനുകളിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. There the servants of God used to speak about Jesus dying on the cross for us. അവിടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനെ കുറിച്ച് കർത്തൃ ശുശ്രൂഷ ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. And they would say, how Jesus, they sent a spear through his side and how he was bleeding all over. എങ്ങനെയാണ് യേശുവിന്റെ ആ വിലാപ്പുറത്ത് കുന്തം കുത്തിയത്, അവൻ എങ്ങനെയാണ് അവിടെ കിടന്ന് രക്തം ഒലിപ്പിച്ചത് എന്നുള്ളതൊക്കെ അവർ വിശദീകരിക്കും. Small as I was, I could feel something inside me resisting that. ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ ഏതോ ഒന്ന് അതിനോട് എതിർത്ത് നിൽക്കുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുമായിരുന്നു. I didn't know what that was. അതെന്താണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. I didn't like them speaking about that crucifixion. യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. I would sit and listen to everything. I wouldn't run away. I wouldn't stand up and resist, but something internal was resisting. ഞാൻ അവിടെ ഇരുന്ന് അവർ പറയുന്നത് മുഴുവൻ കേൾക്കും, എഴുന്നേറ്റ് നിന്ന് എതിർക്കുകയൊന്നുമില്ല. പക്ഷെ എന്റെ ഉള്ളിൽ എന്തോ ഒന്ന് അതിനോട് എതിർത്തുകൊണ്ടിരുന്നു. But today I realized that was my sin that was inside me. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പാപമായിരുന്നു. Didn't I tell you sin is a rebellion against God? ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, പാപം ദൈവത്തിന് വിരോധമായിട്ടുള്ള ഒരു മത്സരമാകുന്നു. Something that resides within us that resists our heavenly Father. നമ്മുടെ സ്വർഗീയ പിതാവിനെ നിഷേധിക്കുമാറ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന എന്തോ ഒന്നാകുന്നു അത്. Something that drove that prodigal son out of his house when he had a father, when he had food to eat. He did not want that. മുടിയനായ പുത്രനെ തന്റെ സ്വപിതാവിന്റെ ഭവനത്തില് അവന് ഭക്ഷിക്കുവാൻ ആഹാരവും ഉണ്ടായിരുന്നപ്പോൾ അവനെ പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയതാകുന്നു അത്. It is because of that sin that is within us that we find it difficult to see him, to understand him, to feel him, though we say he is right here. യേശു ഇവിടെ ഉണ്ടായെന്ന് നാം പറയുന്നുവെങ്കിൽ തന്നെയും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപം നിമിത്തമാണ് നമുക്കവനെ കാണുവാൻ കഴിയാത്തതും നമുക്കവനെ അനുഭവിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നതും. It is because of this sin that is in us that we have been with those Jews. Although we were not born then, as mankind, we all have that heart that resists those Jews. Resists Jesus. And so we are in that gang that crucified Jesus. ആ പാപം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നാം 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള യഹൂദന്മാരുടെ കൂടെ ജനിച്ചിട്ടില്ല എങ്കിൽ തന്നെയും സകല മാനവജാതിയോടും ചേർന്ന് യേശുവിനെ തള്ളിക്കളയുന്നവരുടെ കൂട്ടത്തിൽ നാമുമായി തീർന്നത്. So if we don't quickly kiss Jesus and get reconciled with him, നാം അതിവേഗത്തിൽ യേശുവിനെ ചുംബിച്ച് അവനോട് നിരപ്പ് പ്രാപിക്കുന്നില്ല എങ്കിൽ, if we don't quickly get close to him and say, I'm sorry Jesus, and ask forgiveness for our rebellion, നമ്മുടെ മത്സരത്തിന് പെട്ടെന്ന് യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നില്ല എങ്കിൽ, we should not be surprised if we run into trouble very soon. നാം വളരെ വേഗത്തിൽ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിപ്പോയാൽ നാം ആശ്ചര്യപ്പെടരുത്. He only has to get a little angry for that to happen. അത് സംഭവിക്കേണ്ടതിന് അവനൊരു അല്പം കോപിച്ചാൽ മതി. But very soon he's going to become very angry. അതിവേഗത്തിൽ അവൻ വളരെ കോപിഷ്ഠനാകുവാൻ പോകുന്നു. And that's what we read. If you fall on that stone and you try to pierce him and crucify him,
you are in trouble. But if that stone falls on you, that shows the great anger of God that is going to burn upon this earth, then you will be ground to powder. അതിനെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞ് അവന്റെ മേൽ വീണ കല്ലിൽ വീഴുന്നുവെങ്കിൽ നിങ്ങൾ തകർന്നു പോകും. എന്നാൽ അവൻ കോപിച്ചിട്ട് ഈ കല്ല് ആരുടെ മേലെങ്കിലും വീഴുന്നുവെങ്കിൽ അവനെ ധൂളിപ്പിക്കും, അല്ലെങ്കിൽ അവനെ പൊടിയാക്കി പറത്തിക്കളയും. Don't look at this convention as just some kind of a, so many conventions are taking place. I'm just going to attend a meeting of the Pentecostal mission. ഇത് പല കൺവെൻഷനുകൾ പലയിടത്ത് നടക്കുന്നുണ്ടല്ലോ. പെന്തക്കോസ്ത് മിഷന്റെ ഒരു കൂട്ടത്തിന് ഞാനും പങ്കെടുത്തേക്കാം എന്ന് കരുതി വന്ന ഒരു കൂട്ടമായിട്ട് ഇതിനെ നീ കണക്കാക്കരുതേ. Please lay your intelligence on the altar and look at this as a meeting place with God. ദയവ് ചെയ്ത് നിന്റെ ബുദ്ധിശക്തി ആ യാഗപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇത് നിന്റെ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായി കരുതിയാട്ടെ. Maybe you came to this convention with a need, but God has come here to meet you. ഇവിടെ നീ ഒരുപക്ഷെ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആവശ്യവുമായിട്ടായിരിക്കാം. പക്ഷേ ദൈവം ഇവിടെ വന്നിരിക്കുന്നത് നിന്നെ സന്ദർശിക്കുവാനാണ്. I remember one day I did something wrong. ഞാൻ ഓർക്കുന്ന ഒരു ദിവസം ഞാനൊരു തെറ്റ് ചെയ്തു. After I came to the ministry. ഈ ശുശ്രൂഷയിൽ വന്നതിന് ശേഷം. Not a big wrong, a small wrong. ഒരു വലിയ തെറ്റൊന്നുമല്ല, ഒരു ചെറിയ തെറ്റ്. And because of that, the servant of God was above me, was grieved with me. അതുകൊണ്ട് എന്റെ മുകളിൽ ഉണ്ടായിരുന്ന കർത്തൃ ശുശ്രൂഷകൻ എന്നെ കുറിച്ച് ദുഃഖിക്കുവാനിടയായി. So I went and told him, brother, I'm sorry. അതുകൊണ്ട് ഞാൻ തന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ബ്രദർ, സഹോദരൻ, ഞാൻ ദുഃഖിക്കുന്നു. After I said, brother, I'm sorry, the next thing he said, after you've asked, sorry, I don't have anything to say. Yeah, it's all right, you can go. നീ സോറി പറഞ്ഞതിന് ശേഷം എനിക്കിനി പറയുവാനൊന്നുമില്ല, ശരി, നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. Because you have acknowledged that you have done wrong. എന്തുകൊണ്ടാ നീ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചുവല്ലോ. If a man can be like that, ഒരു മനുഷ്യൻ അങ്ങനെ ആയിരിക്കുവാൻ കഴിയുമെങ്കിൽ, when we go to our heavenly Father and say, Lord, I'm sorry for my sins, നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ചെന്ന്, കർത്താവേ, പിതാവേ, എന്റെ പാപത്തെ കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു എന്ന് നാം പറയുന്നുവെങ്കിൽ, although his righteousness demands that we be punished with eternal death, നിത്യ മരണം കൊണ്ട് നാം ശിക്ഷിക്കപ്പെടണമെന്ന് അവന്റെ നീതി ആവശ്യപ്പെടുന്നുവെങ്കിൽ തന്നെയും, although his righteous anger burns a little to demand that we perish by the way, നാം വഴിയിൽ നശിച്ചു പോകേണ്ടതിന് അവന്റെ കോപം അല്പമായി ജ്വലിക്കുന്നുവെങ്കിൽ തന്നെയും, that kiss of repentance, that humbling ourselves and going to the presence of God will change the anger of God. Instead of righteousness, mercy will visit us. ആ മാനസാന്തരത്തിന്റെ ചുംബനം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ചെല്ലുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആ കോപത്തെ അത് കരുണയായി മാറ്റുവാനിടയാകും. When that mercy comes and visits us, ആ കരുണ നമ്മെ സന്ദർശിക്കുമ്പോൾ, when the grace of Jesus visits us, യേശുവിന്റെ കൃപ നമ്മെ സന്ദർശിക്കുമ്പോൾ, when his anger turns away from us, അവന്റെ കോപം നമ്മിൽ നിന്ന് വഴി മാറുമ്പോൾ, then we are saved from God. നാം അപ്പോൾ ദൈവത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. When we are saved, what happens? നാം രക്ഷിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? All those who say, I'm saved, put up your hands. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരെല്ലാവരും തങ്ങളുടെ കരമൊന്ന് ഉയർത്തിയാട്ടെ. Hallelujah. ഹല്ലേലൂയ. What is this indication that we are saved? നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവ് അല്ല, അത് എന്തിനെ കാണിക്കുന്നു? The indication is not, I'm coming to church on Sundays. എല്ലാ ഞായറാഴ്ചയും ഞാൻ സഭയിൽ വരുന്നു എന്നുള്ളതല്ല അതിന്റെ തെളിവ്. The indication is not, I'm standing for divine healing. ഞാൻ ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതല്ല അതിന്റെ തെളിവ്. The indication is not, I'm wearing white. ഞാൻ വെള്ള ധരിച്ചിരിക്കുന്നു എന്നുള്ളതല്ല അതിന്റെ തെളിവ്. The indication is not, I've removed my jewels. ഞാൻ എന്റെ ആഭരണങ്ങൾ മാറ്റി എന്നുള്ളതല്ല അതിന്റെ തെളിവ്. There is a very important indication to prove that you are saved. നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കേണ്ടതിന് വളരെ വ്യക്തമായ ഒരു തെളിവുണ്ട്. That indication is that sin that stood between you and Jesus has now left. ആ തെളിവ് ഇതാണ്, നിനക്കും യേശുവിനും മധ്യേ നിലകൊണ്ടിരുന്ന പാപം വിട്ടുപോയിരിക്കുന്നു. The indication is today there is a relationship between you and Jesus. ആ തെളിവ് ഇന്ന് നീയും യേശുവും തമ്മിലുള്ള ബന്ധമാകുന്നു. The indication is that today you spoke to Jesus and Jesus spoke to you. ആ തെളിവ് ഇന്ന് ഇതാകുന്നു, നീ യേശുവിനോട് സംസാരിച്ചു, യേശു നിന്നോട് സംസാരിച്ചിരിക്കുന്നു. In other words, if we say we are saved, മറ്റു വിധത്തിൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് നാം പറയുന്നുവെങ്കിൽ,
That means there should be a close relationship between you and Jesus. നീയും യേശുവും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരിക്കണം. What stood between both of you now has gone. നിങ്ങളുടെ മധ്യേ നിന്നിരുന്നത് ഇപ്പോൾ പോയിരിക്കുന്നു. Now Jesus is my Father. ഇപ്പോൾ യേശു എന്റെ പിതാവാകുന്നു. I talk to him every day. ഞാൻ ഓരോ ദിവസവും അവനോട് സംസാരിക്കുന്നു. Recently I was feeling like this. അടുത്ത കാലത്ത് എനിക്ക് ഇപ്രകാരം ഒരു തോന്നലുണ്ടായി. If I really love Jesus, ഞാൻ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ I should not be waiting for a meeting to be over. ഒരു മീറ്റിംഗ് കഴിയുവാൻ ഞാൻ കാത്തിരിക്കേണ്ടവനല്ല. Some small children who are forced by their parents to get up early in the morning for prayer or for family prayers. ചില ചെറിയ കുട്ടികളെ മാതാപിതാക്കളെ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ നേരത്തെ എഴുന്നേൽക്കുവാൻ നിർബന്ധിക്കാറുണ്ട്. They want the prayer to finish quickly. അവർക്ക് ആ പ്രാർത്ഥന എത്രയും പെട്ടെന്നൊന്ന് അവസാനിപ്പിക്കണം. How long you are praying? Finish fast. എത്ര നേരമായി പ്രാർത്ഥിക്കുന്നു, ഒന്ന് നിർത്തിക്കൂടെ? Why? എന്തുകൊണ്ട്? There's no relationship with Jesus. അവർക്ക് യേശുവിനോട് യാതൊരു ബന്ധവുമില്ല. So if I really love Jesus, ഞാൻ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ when a meeting gets over, I should be sad, not relieved. ഒരു കൂട്ടം അവസാനിക്കുമ്പോൾ ഞാൻ ദുഃഖിക്കണം, അല്ലാതെ ആശ്വാസം തോന്നുമല്ല വേണ്ടത്. When a meeting is announced, I should be very happy. I was glad when they said unto me, let us go to the house of the Lord. ഒരു കൂട്ടത്തെ കുറിച്ചുള്ള അറിയിപ്പ് നൽകുമ്പോൾ ഞാൻ സന്തോഷിക്കണം. ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. We all lifted up our hands saying we are saved. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നാം എല്ലാവരും നമ്മുടെ കരം ഉയർത്തിയല്ലോ. But let's ask ourselves this question. ഈ ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. Am I enjoying that relationship with Jesus that I enjoyed many years ago, where he spoke to me every day and I spoke to him every day? അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യേശുവുമായിട്ട് അനുഭവിച്ചിരുന്ന ആ ബന്ധം ഇന്ന് ഞാൻ അനുഭവിക്കുന്നുവോ? ഓരോ ദിവസവും അവൻ എന്നോടും ഞാൻ അവനോടും സംസാരിച്ചു കൊണ്ടിരുന്ന ബന്ധം ഇന്ന് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുവോ? Or has that relationship frozen into becoming a traditional Christian or Pentecostal? അതോ ആ ബന്ധം ഇന്ന് നമ്മുടെ ഉള്ളിൽ മരവിച്ചു പോയിട്ട് ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയെ പോലെ, ഒരു പാരമ്പര്യ പെന്തക്കോസ്തുകാരനായി നാം തീർന്നുവോ? Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. I told you already and I'm telling you again, Jesus is here. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, വീണ്ടും പറയുകയാണ്, യേശു ഇവിടെയുണ്ട്. Not spiritually, not in the imagination, really he is here. ആത്മീകമായി മാത്രമല്ല, സാങ്കല്പികമായിട്ടുമല്ല, യഥാർത്ഥമായി യേശു ഇവിടെയുണ്ട്. He can see you. അവന് നിന്നെ കാണാം. He knows you. അവൻ നിന്നെ അറിയുന്നു. Maybe you've come here, nobody else knows you. ഇവിടെ വന്ന മറ്റാരും ഒരുപക്ഷെ നിന്നെ അറിയുന്നില്ലായിരിക്കും. Maybe you're listening secretly, nobody realizes. ഒരുപക്ഷെ നീ രഹസ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത്, ആരും അത് മനസ്സിലാക്കുന്നുമില്ലായിരിക്കും. But Jesus knows you as you sit in that corner and listen. നീ ആ മൂലയിൽ ഇരുന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ യേശു നിന്നെ അറിയുന്നു. He loves you and he's waiting for your kiss. അവൻ നിന്നെ സ്നേഹിക്കുന്നു, അവൻ നിന്റെ ചുംബനത്തിനായി കാത്തിരിക്കുന്നു. He wants to change your life. അവൻ നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. He wants to turn that darkness into light in your life. നിന്റെ ജീവിതത്തിലെ അന്ധകാരത്തെ വെളിച്ചമാക്കി മാറ്റുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Maybe you are sitting here as a Christian who has lost your salvation. You are here as a backslider. ഒരുപക്ഷെ നീ ഇവിടെ ഇരിക്കുന്നത് നിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയ ഒരു ക്രിസ്ത്യാനിയായി, ഒരു പിന്മാറ്റക്കാരനായിട്ടായിരിക്കാം. You are acting like a Christian but your heart has gone far away from Jesus. നീ ഒരു ക്രിസ്ത്യാനിയെ പോലെ അഭിനയിക്കുന്നു, പക്ഷേ നിന്റെ ഹൃദയം യേശുവിൽ നിന്ന് വളരെ അകന്നു പോയിരിക്കുന്നു. Even in that situation, I want to tell you that Jesus loves you. ആ ഒരു സാഹചര്യത്തിലും ഞാൻ നിന്നോട് പറയട്ടെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. Jesus wants to have your kiss also, dear brother, dear sister. പ്രിയ സഹോദര സഹോദരി, യേശു നിന്റെയും കൂടി ചുംബനം ആഗ്രഹിക്കുന്നു. So 1 minute shall we all go to Jesus. ഒരു മിനിറ്റ് നമുക്കെല്ലാം യേശുവിലേക്ക് പോകാം. We rejected Jesus once upon a time. നാം ഒരു കാലത്ത് യേശുവിനെ തള്ളിക്കളഞ്ഞവരാണ്. In between in our lives also, through our disobedience, we rejected Jesus. നമ്മുടെ ജീവിതത്തിലും ഇടയിലൊക്കെ നമ്മുടെ അനുസരണക്കേട് നിമിത്തം യേശുവിനെ തള്ളിക്കളഞ്ഞിരുന്നു. But today Jesus has come to this convention to visit each one of us. എന്നാൽ ഇന്ന് യേശു ഈ കൺവെൻഷനിൽ നമ്മെ ഓരോരുത്തരെയും സന്ദർശിക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നു. Today we have an appointment with Jesus. ഇന്ന് നമുക്ക് യേശുവുമായിട്ടൊരു അഭിമുഖമുണ്ട്. If we can go to him with humility.
if we can go to him with humility, നമുക്ക് അവന്റെ അടുക്കലേക്ക് താഴ്മയോടെ കടന്നു ചെല്ലുവാൻ കഴിയുമെങ്കിൽ, if we can go to him and confess our sins, അവങ്കിലേക്ക് ചെന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാൻ കഴിയുന്നുവെങ്കിൽ, if we can go to him like that prodigal son and say, Jesus, have mercy on me, ആ മുടിയനായ പുത്രനെ പോലെ അവന്റെ അടുക്കലേക്ക് ചെന്നിട്ട് യേശുവേ എന്നോട് കരുണ കാട്ടണമേ എന്ന് നിനക്ക് പറയുവാൻ കഴിയുന്നുവെങ്കിൽ, today will be a day that you will never forget in your life. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്തൊരു ദിവസമായിരിക്കും ഇന്ന്. Today will be a day of great change in your life. നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം വരുത്തുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. Now we are going to sing a chorus. ഇപ്പോൾ നമ്മളൊരു കോറസ് പാടുവാൻ പോകുകയാണ്. It's the chorus in the first song in our hymn sheet. നമ്മുടെ പാട്ടുതാളിലെ ആദ്യത്തെ പാട്ടിന്റെ കോറസ്. His name is a name exalted above all names. അവന്റെ നാമം സകല നാമത്തിന്റെ മീതെ ഉയർത്തപ്പെട്ട നാമം. Our praises are going to exalt the name of Jesus. നമ്മുടെ സ്തുതികൾ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ പോകുന്നു. We servants of God on the stage, we are going to sing. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന കർത്തൃ ശുശ്രൂഷകരായ ഞങ്ങൾ പാടുവാൻ പോകുന്നു. And all the servants of God down are also going to sing. താഴെ ഇരിക്കുന്ന ശുശ്രൂഷകർ ചേർന്ന് പാടുവാൻ പോകുന്നു. All the believers who are seated here, ഇവിടെ ഇരിക്കുന്ന സകല വിശ്വാസികളും, all those who have come here newly, ഇവിടെ പുതുതായി കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും, if you have the strength, be on your knees. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ മുഴങ്കാലിൽ ഇരുന്നാട്ടെ. If you are seated on the chairs, if you have the strength, please stand up. നിങ്ങൾ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. If you are weak, please remain seated. നിങ്ങൾ ബലഹീനരാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നു കൊള്ളുക. But one thing we must all do, എന്നാൽ നാം എല്ലാവരും ഒരു കാര്യം ചെയ്യണം. we must call out to Jesus. നാം യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. Jesus is walking in our midst. യേശു നമ്മുടെ മധ്യേ നടകൊള്ളുന്നു. The anointed one, Christos, is walking in our midst. അഭിഷിക്തനായ ക്രിസ്തുസ് നമ്മുടെ മധ്യേ നടകൊള്ളുന്നു. He who has the power to save from sin is walking in our midst. പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തിയുള്ളവൻ നമ്മുടെ മധ്യേ നടകൊള്ളുന്നു. Call out to him. അവനെ നോക്കി വിളിച്ചപേക്ഷിക്കുക. Lift up your voice and call out to him. നിങ്ങളുടെ ശബ്ദമുയർത്തി അവനെ വിളിച്ചപേക്ഷിക്കുക. I request the believers who are seated on the mat, if you have the strength, stand on your knees and pray. ഈ പായിൽ ഇരിക്കുന്ന വിശ്വാസികളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ബലമുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. On your knees, stand on your knees. നിങ്ങളുടെ മുഴങ്കാലിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ നിങ്ങൾ മുഴങ്കാലിൽ നിന്നാട്ടെ. Otherwise you can sit on your knees, but please pray. അല്ലെങ്കിൽ മുഴങ്കാലിൽ ഇരിക്കുവാനാണ് കഴിയുന്നതെങ്കിൽ അങ്ങനെ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. You know why we are standing on our knees? എന്തുകൊണ്ടാണ് നാം നമ്മുടെ മുട്ടിൽ നിൽക്കുന്നത് എന്ന് അറിയാമോ? This is not punishment. ഇതൊരു ശിക്ഷയല്ല. Why are we standing up? എന്തുകൊണ്ടാണ് നാം എഴുന്നേറ്റ് നിൽക്കുന്നത്? This is not punishment. ഇതൊരു ശിക്ഷയല്ല. But we have realized that Jesus is here. നാം യേശു ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. Who are we to be here in the presence of that holy ആ God? വിശുദ്ധരായ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ നാം എന്തുള്ളൂ? Who are we that Jesus should come to this convention to bless us? ആ വലിയവനായ യേശു ഈ കൺവെൻഷനിൽ ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് നാം എന്തുള്ളൂ? We kneel down and we stand up in honor of that great God and Savior Jesus Christ. നാം മുട്ടിന്മേൽ നിൽക്കുന്നതും എഴുന്നേറ്റ് നിൽക്കുന്നതും ആ വലിയവനായ ദൈവമാകുന്ന യേശുവിനോടുള്ള ബഹുമാനാർത്ഥമാണ്. That Savior is in our midst. ആ രക്ഷകൻ നമ്മുടെ മധ്യേ ഉണ്ട്. Jesus Christ, the one who is anointed to save his people, is moving in our midst. യേശു ക്രിസ്തു തന്റെ ജനത്തെ വിടുവിപ്പാൻ അഭിഷിക്തനായവൻ നമ്മുടെ മധ്യേ ഉലാവുന്നു. Let us renew our relationship with him. നമുക്ക് അവനോടുള്ള നമ്മുടെ ബന്ധത്തെ പുതുക്കോ. Oh youngster, ഓ യൗവനക്കാരാ, oh believer, ഓ വിശ്വാസിയേ, you know something? Jesus loves you. യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് നീ അറിയുന്നുവോ? But do you love him? എന്നാൽ നീ അവനെ സ്നേഹിക്കുന്നു. If you want to renew that relationship with him, നിനക്ക് അവനോടുള്ള ബന്ധത്തെ പുതുക്കുവാൻ ആഗ്രഹമുണ്ടോ? on your knees cry out to Jesus. നിങ്ങളുടെ മുട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ യേശുവിനെ നോക്കി നിലവിളിച്ചാട്ടെ. Standing up, cry out to Jesus. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ നോക്കി നിലവിളിച്ചാട്ടെ. Kiss Jesus. യേശുവിനെ ചുംബിച്ചാട്ടെ. When you kiss Jesus, നിങ്ങൾ യേശുവിനെ ചുംബിക്കുമ്പോൾ not the wrath of God, but the blessing of God will come upon you. ദൈവത്തിന്റെ കോപമല്ല, അവന്റെ അനുഗ്രഹമത്രേ നിങ്ങളുടെ മേൽ വരുന്നത്. 1 minute your sins will be forgiven. ആ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. 1 minute your sickness will flee. ഒരു മിനിറ്റ് നിങ്ങളുടെ രോഗം നിങ്ങളെ വിട്ട് ഓടിപ്പോകും. 1 minute that demon will leave your house. ഒരു മിനിറ്റ് കൊണ്ട് ആ പിശാച് നിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകും. 1 minute your husband and wife will be at peace. ഒരു മിനിറ്റ് കൊണ്ട് ഭാര്യ ഭർത്താവ് സമാധാനത്തിലാകും. Jesus is
walking in our midst. യേശു നമ്മുടെ മധ്യേ ഉലാവുന്നു. And through this chorus, we are going to exalt our Savior. ഈ കോറസിലൂടെ നമ്മുടെ രക്ഷകനെ നാം ഉയർത്തുവാൻ പോകുന്നു. As we exalt Jesus, നാം യേശുവിനെ ഉയർത്തുമ്പോൾ the anointing of Jesus will come down. യേശുവിന്റെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങും. The anointed one will send his anointing upon us. അഭിഷിക്തൻ അവന്റെ അഭിഷേകത്തെ നമ്മുടെ മേൽ അയക്കുവാൻ ഇടയാകും. We can go from this place as anointed ones. ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് അഭിഷിക്തരായി മടങ്ങുവാൻ ഇടയാകും. Where the anointing is, the yoke will be broken. അത് അഭിഷേകം ഉള്ളിടത്ത് സകല മുഖങ്ങളും തകർക്കപ്പെടും. You may have come here with chains in your hands. ഒരുപക്ഷെ നീ ഇവിടെ കടന്നു വന്നത് നിന്റെ കരങ്ങളിൽ ബന്ധനമായിട്ടായിരിക്കും. You may have come here with chains in your soul. നിന്റെ ആത്മാവിൽ ചങ്ങലയുമായിട്ടായിരിക്കാം നീ ഇവിടെ വന്നത്. In the name of Jesus who is in our midst, നമ്മുടെ മധ്യയുള്ള യേശുവിന്റെ നാമത്തിൽ be free. നീ സ്വാതന്ത്ര്യം പ്രാപിക്കുക. Let your chains be broken in Jesus' name. നിന്റെ ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ. We are going to sing now. ഇപ്പോൾ നാം പാടുവാൻ പോകുന്നു. As we sing, നാം പാടുമ്പോൾ as Jesus is exalted through this chorus, യേശു ഈ കോറസ് നിമിത്തം ഉയർത്തപ്പെടുമ്പോൾ, as you kiss Jesus, യേശുവിനെ ചുംബിക്കുമ്പോൾ the blessing of Jesus is going to come down. യേശുവിന്റെ അനുഗ്രഹം ഇവിടെ ഇറങ്ങി വരുവാൻ പോകുന്നു. The anointing of Jesus is going to come down. യേശുവിന്റെ അഭിഷേകം ഇവിടെ ഇറങ്ങുവാൻ പോകുന്നു. Resurrection power of Jesus is going to come down. യേശുവിന്റെ പുനരുത്ഥാന ശക്തി ഇവിടെ ഇറങ്ങുവാൻ പോകുന്നു. That flame that was burning in the heart of that Samaritan woman, that Jezebel, is going to burn in your heart. സമരിയക്കാരി സ്ത്രീയുടെ ഹൃദയത്തിൽ, ആ ഇസബേലിന്റെ ഹൃദയത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ആ തീജ്വാല ഇന്ന് നിന്റെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കുവാൻ ഇടയാകട്ടെ. സകലത്തിനും മീതെ ഉയർന്നതായ നാമം സ്തുതികളാൽ മുഴങ്ങും